ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الذي جعلنا من أمة محمد صلى الله عليه وسلم وجعل أمتها أفضل عن سائر الأمم، واختار عبده لإسرائه ومعراجه ففضله بهما تفضيلا كثيرا، وأم به على سائر النبيين والمرسلين في حضرة القدس. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الحمد لله نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ونبينا وحبيبنا ومولانا محمدا صلى الله عليه وسلم عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد أفضل الأنبياء والمرسلين، تنحل به العقد وتنفرج به الكرب وتقضى به الحوائج ويستسقى الغمام بوجهه الكريم، الذي يستسقى الغمام بوجهه الكريم، الذي يستسقى الغمام بوجهه الكريم، وعلى آله النجباء وصحابته الفضلاء صلاة وسلاما دائمين متلازمين ما دامت الليالي والأيام. أما بعد، فإن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وهو رب العرش العظيم. الصلاة والسلام عليك يا رسول الله، خذ بأيدينا قلت حيلتنا، أدركنا يا حبيب الله. الصلاة والسلام عليك يا خليل الله. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أما بعد، فإن أريد إلا الإصلاح ما استطعت وما توفيقي إلا بك يا الله. بسم الله الرحمن الرحيم. والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى. وقال رسول الله صلى الله عليه وسلم
وسلم كفى بالمرء كذبا أن يحدث بكل ما سمع سيبلى لسان كان يعرف لفظه فيا ليته في وقفة الأرض يسلم وما ينفع الإعراب إن لم يكن تقي وما ضر التقوى لسان معجم يا صاحب الأجميل كل ناصري يا مطلب الحاجات خاجا سجري ബഹുമാനപ്പെട്ട ആദരണീയനായ ശരീഫ് ഉസ്താദ്, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹാന്മാരായ ഔലിയാക്കൾ നടന്നു നിൽക്കുന്ന ഇടത്തും വലത്തും അവരുടെ കാവൽ കൊണ്ട് പടുത്തുയർത്തപ്പെട്ട ഈ സദസ്സിൽ ഒത്തുചേർന്നത് നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും പൊരുത്തപ്പെടുകയും നാളെ പരലോകത്തും അവരുടെ കൂടെ സ്വർഗ്ഗത്തിൽ നീക്കാൻ കാരണമാക്കി തരികയും ചെയ്യട്ടെ എന്നാണ്. ഈ മഹത്തായ മജ്‌ലിസിൽ നിന്ന് വിരിയുന്നതിന് മുമ്പ് റബ്ബേ, നിങ്ങളൊക്കെ ഒരുപാട് ദോഷം ചെയ്യുന്നവരാണ്, ഞങ്ങളോട് നീ കരുണ കാണിക്കണം റഹ്മാനെ. പഠിച്ചവനെ, ഞങ്ങൾക്ക് ദീനിൻ്റെ ചെറിയ ഖാദിമീങ്ങളാണ്, ഞങ്ങൾക്ക് ആ ഖിദ്മത്ത് തൗഫീഖും ഹദ്ദും ഇഖ്ലാസും വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. പഠിച്ചവനെ, ഞങ്ങൾ വളരെയേറെ സ്നേഹിക്കുന്ന ഞങ്ങളെ എല്ലാമെല്ലാമായ ഞങ്ങളുടെ സ്ഥാപനം ബഹുമാനപ്പെട്ട ജാമിയ ഇർഫാനിയ, അതിൻ്റെ ഖിദ്മത്തിൽ ഞങ്ങൾക്ക് മരണം വരെ തൗഫീഖ് തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആയിരം കറാമത്ത് കാണിച്ചു തന്ന് ഈ പ്രദേശം മുഴുവനും വിജ്ഞാന പ്രഭ വരുത്തിയ മഹാനായ ഞങ്ങളുടെ വന്ദിരായ സയ്യിദനാക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ തണലും പൊരുത്തവും തിരുനോട്ടവും സന്തോഷവും സാധുക്കളായ ഞങ്ങൾക്ക് നീ എന്നും നിലനിർത്തി തരണം റഹ്മാനെ. ഞങ്ങളിൽ നിന്നും പലരും മരിച്ചു പോയിട്ടുണ്ട്. വിശേഷിച്ച് ഈ ചപ്പാരപ്പടയിൽ ഈ മക്കാമിൻ്റെ പരിസരത്തൊക്കെ നമ്മുടെ ഓർമ്മ മണ്ഡലത്തിൽ നടന്നു നിൽക്കുന്ന പല വയോധികരായ മനുഷ്യന്മാരുണ്ടായിരുന്നു. അവർക്ക് ഇന്ന് അല്ലാഹുവേ വിശ്രമത്തിലാണ്. അവരുടെ കബർ നീ വെളിച്ചമാക്കി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഈ മഹത്തായ ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരായ ഔലിയാക്കൾ അവരുടെ മതവും പൊരുത്തവും ഞങ്ങൾക്ക് ഈ സദസ്സിൽ വിരിയുന്നവരെ നിറച്ച് നീ നിലനിർത്തി തരണം റഹ്മാനെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീം. നല്ലവരിൽ നല്ലവരായ മുഅ്മിനീങ്ങളെ, ചപ്പാരപ്പടവ് മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ ഉറൂസിൻ്റെ അവസാനത്തതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസമാണ് ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള വിഷയം സത്യവിശ്വാസിയുടെ മിഅ്റാജ് എന്നതാണ്. സത്യവിശ്വാസിക്ക് മിഅ്റാജ് ഉണ്ടോ? റസൂലുള്ളാഹിയല്ലേ മിഅ്റാജ് ഉണ്ടായിട്ടുള്ളത്? ഇത് മിഅ്റാജിൻ്റെ മാസമാണല്ലോ. ആ രീതിയിൽ സത്യവിശ്വാസികൾക്കുള്ളൊരു മിഅ്റാജുണ്ട്. ആ മിഅ്റാജിനെ സംബന്ധിച്ച് ചില വിലയിരുത്തലുകൾ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രസംഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പള്ളിയിലും അതുപോലെ തന്നെ അവിടെയൊക്കെ നിൽക്കുന്ന ആളുകളോടൊക്കെ സമയം നമ്മുടെ സദസ്സിലേക്ക് കടന്ന് ഇന്ന് നമ്മുടെ ഔലിയാക്കളുള്ള അവരുടെ പേരിൽ വിളിച്ചു കൂട്ടിയിൽപ്പെട്ട ഈ സദസ്സ് അതിൻ്റെ ഹുർമത്ത് കാക്കണമെന്ന് പ്രത്യേകം ആവശ്യപ്പെടുകയാണ്. അതുപോലെ അവിടുത്തെ നിന്ന് ആരും സംസാരിക്കരുത്. അവിടേക്ക് ഒഴിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് നമ്മുടെ സദസ്സിലിരിക്കുക. അതുപോലെ പിറകിലിരിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ കസാല കാര്യമാക്കിയിട്ട് നമുക്ക് അറിവുകളാണ്. ഞാനെൻ്റെ ചെറിയ പ്രായത്തിൽ തൊട്ട് ചപ്പാരപ്പടവ് മക്കാമിൻ്റെ വയലിന് വരാറുണ്ട്. ഞങ്ങൾ മുത്തലിമീങ്ങൾ മാത്രമേ അന്നൊക്കെ ഉണ്ടാവും. ശിവനാൻ്റെ വയലിൽ തന്നെ കുറച്ച് ആളുകൾ അവിടെ നിന്നൊക്കെ വരുള്ളൂ. ഇന്ന് മുത്തലിമീങ്ങളില്ല. മുത്തലിമീങ്ങളുടെ വന്നൊക്കെ കൊണ്ടുപോകും. അത്രയും മുത്തലിമീങ്ങൾ ബാബുവിലുണ്ട്. അല്ലാതെ തന്നെ
അൽഹംദുലില്ലാഹ് മുത്തുമുഅ്മിനീങ്ങൾ വയന്ന് കേൾക്കാനായി വന്നിരിക്കുന്നവരാണ്. പൈസക്കോ പിരിവിനോ ദുനിയാവിൻ്റെ ഉദ്ദേശത്തിലല്ല. എന്തെങ്കിലും രണ്ട് വയന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നോ അത്രയും നല്ല വിശ്വാസത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ ഒരു പ്രതീക്ഷയും വിശ്വാസവും എനിക്ക് എവിടെയും ഇല്ലാത്ത വിധം ഇവിടെ ലഭിക്കുന്നുണ്ട്. കാരണം ഇത് ശിവനാരെ സ്നേഹിച്ച് വരുന്നവരാണ്. ഞാൻ മനസ്സിലാക്കുന്നു. ഉസ്താദിനെ സ്നേഹിച്ച് ദൂരമൊക്കെ വന്നൊക്കെ വന്നെത്തിപ്പെട്ട ആളുകളാണ്. അവരോട് ഈ സംശയത്തിൻ്റെ ബഹുമാനം ഞാൻ നേരെ പറയേണ്ടതില്ല. ഒഴിഞ്ഞ കസാല മുമ്പിലുണ്ടെങ്കിൽ അവർക്ക് കാര്യമാക്കാതെ മുകളിൽ ഇരുന്ന് ഒരു ഫില്ല് ചെയ്യുകയും സൈഡിൽ നിന്നൊക്കെ നടന്നു കളിക്കുന്ന ആളുകൾക്ക് നമ്മൾ സദസ്സിൽ കയറിയിരിക്കുകയും സൈഡിൽ ആരും വർത്താനം പറഞ്ഞ് നടത്തുകയും ചെയ്തത് എന്ന് ആമുഖമായി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. റജബ് മാസം അള്ളാഹുവിൻ്റെ ഒരുപാട് മഹാന്മാർ ഈ മാസത്തിൽ മറവ് വഫാത്തായി പോയി. ഒരുപാട് മഹാനാണ്. അത്രത്തോളം മഹാനായ അലാവുദ്ദീൻ ഹിമ്മസി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ, അതുപോലെ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള കണ്ണിയാൽ അബ്ദുല്ലാഹി മൗല റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരുപാട് മഹാന്മാർ മറവിട്ട് വഫാത്തായി പോയ മാസമാണ്. മാത്രമല്ല ഈ മാസം കൂടുതൽ മുഅ്മിനീങ്ങൾ ഇബാദത്ത് വർദ്ധിപ്പിക്കുന്ന മാസമാണ്. മുഅ്മിനീങ്ങളുണ്ടല്ലോ, മുഅ്മിൻ അവരൊക്കെ ശ്രദ്ധിക്കും. നമ്മൾ സാധനം വാങ്ങുമ്പോൾ ലാഭമുള്ള സമയത്താണ് വാങ്ങുക. വില കുറഞ്ഞ സമയം അവസാനം നവംബറിൽ ജനുവരിയിലൊക്കെ നല്ല ലാഭത്തിന് സാധനങ്ങൾ കിട്ടും. കാരണം ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ അതുപോലെ ക്രിസ്മസിൻ്റെ ഓഫർ, ഓണത്തിൻ്റെ ഓഫറൊക്കെ നോക്കി ആളുകൾ സാധനം വാങ്ങും. സാധനത്തിൻ്റെ ലാഭം നോക്കുന്നത്. എന്നാൽ മുഅ്മിനീങ്ങൾ അല്ലാഹുവിൻ്റെ അടുത്ത് പണിയെടുക്കാൻ ലാഭം നോക്കും. നല്ല നല്ല മാസങ്ങളുണ്ട് പണിയെടുക്കാൻ. ഏറ്റവും നല്ല പണിയെടുക്കാൻ പറ്റിയ, നല്ല വായന നടാൻ പറ്റിയ, കൃഷി നടാൻ പറ്റിയ നല്ലൊരു മാസമാണ് റജബ് മാസം. ആ റജബ് മാസത്തിന് ഒരുപാട് സവിശേഷതകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത റജബ് മാസം ഇസ്രായിൻ്റെയും മിഅ്റാജിൻ്റെയും മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അത് പറയുന്നുണ്ട്. ഞാനത് വർക്കത്തിന് വേണ്ടി വിഷയത്തിലേക്ക് വരാനുള്ളൊരു വഴി എന്ന നിലക്കാണ് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നത്. സൂറത്ത് ഇസ്രായിലിന്റെ 1-ാമത്തെ ആയത്ത് തന്നെ ഇസ്രായിലിനെ പറ്റി പറയും. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു ഹാനി എന്ന് പറയുന്ന ഒരു സഹാബി വനിതയുടെ വീട്ടിൽ രാത്രി ഉറങ്ങുകയായിരുന്നു. എന്തിനാണ് ഉമ്മു ഹാനിയുടെ വീട്ടിൽ പോയി ഉറങ്ങിയത്? ഏതെങ്കിലും കണ്ട ഒൻപറിന് ആളുകളെ വീട്ടിലല്ലല്ലോ ഉറങ്ങേണ്ടത് എന്ന് ചിന്തിച്ചു പോകരുത്. ഉമ്മു ഹാനി റസൂലുള്ളാഹിന്റെ അടുത്ത കുടുംബമുള്ള, തൊട്ടാൽ മുതുമുറിയാത്ത അത്രയും അടുത്ത ബന്ധമുള്ള ഒരു ബീവിയാണ്. ആ ഉമ്മു ഹാനിയുടെ വീട്ടിൽ രാത്രി ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഒരാൾ വന്ന് വിളിച്ചത് മറ്റാരുമല്ല, സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹുവിന്റെ റസൂലിനെ പുറത്തു കൊണ്ടുവന്നു. എല്ലാവരും ഉറങ്ങുമ്പോൾ പാതിരനാണ്. അങ്ങനെ വയറ് കീറി. നബിയുടെ വയറ് 3 തവണ കീറിയിട്ടുണ്ട്. ഒന്ന് ത്വായിഫിൽ വെച്ചാണ്, ഒന്ന് ഉമ്മു ഹാനിയുടെ വീട്ടിന്റെ പുറത്ത് വെച്ചാണ്. എന്തിനാ വയറ് കീറിയത്? 100 കണക്കിന് ഹിക്മത്തുകൾ അവിടെ പറയാനുണ്ട്. നമ്മുടെ വിഷയത്തിൽ തന്നെയായിരിക്കും. വയറ് കീറിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വസ്തുക്കളൊക്കെ പുറത്തെടുത്ത് അതൊക്കെ സംസം വെള്ളം കൊണ്ട് കഴുകിയാണ്. എന്തിനാ സംസം വെള്ളം കൊണ്ട് കഴുകുന്നത്? സംസം വെള്ളത്തിനേക്കാൾ ബഹുമാനപ്പെട്ട ആളല്ലേ ഈ മനുഷ്യൻ. പിന്നെ എന്തിനാണ് അല്ലാഹുവിന്റെ റസൂലിനെ സംസം വെള്ളം കൊണ്ട് കഴുകിയത്? പൂർവ്വ ആളുകളുടെ ബർക്കത്തൊക്കെ റസൂലുള്ളാഹിയിൽ പ്രേരിപ്പിക്കാനാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുന്ന് തൊട്ടടുത്ത ചെറിയ ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രത്യേകപ്പെട്ട, എന്നുമുള്ള ഏറ്റവും പ്രത്യേകപ്പെട്ട ഒരു പള്ളി, പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിന്റെ പള്ളിയിലേക്ക് കൊണ്ടുപോയി. മക്കത്തെ പള്ളി. അങ്ങനെ ആ പള്ളിയിലേക്ക് കൊണ്ടുപോയി ഒരു യാത്ര നടത്താനാണ്. എന്തിനാ പള്ളിയിൽ പോയിട്ട് യാത്ര ചെയ്യുന്നത്? ആ പള്ളിയിൽ യാത്ര തുടങ്ങിയാൽ അതിന് ബർക്കത്തുണ്ട്, സർവ്വ ബർക്കത്താണ്. അങ്ങനെ ആ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഒരു മൃഗത്തിന്റെ മുകളിൽ കയറി. ആ മൃഗം ലോകത്തെ ഏറ്റവും വേഗതയേറിയ വാഹനമാണ്. ഇത് 2017 2017 വാഹനത്തിന് എത്ര വേഗതയേറി! പഴയ കാലത്ത് റസൂലുള്ളാഹിയുടെ കാലത്തുള്ള വാഹനത്തെക്കാളും നമ്മുടെ കാലത്തെ വാഹനത്തിൽ ഒരുപാട് വേഗത കൈക്കൊണ്ടെങ്കിൽ, എന്നാൽ ഇന്നേ വരെ കണ്ടെത്തപ്പെട്ടതിലും ഇനി എന്നും കാണപ്പെടുന്നതിലുമുള്ള ഏത് വാഹനം
ആ വാഹനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്താ പ്രത്യേകത? ഒരുപാട് പ്രത്യേകത, ഒന്നും രണ്ടുമില്ല. അതിൽ ചെറിയ പ്രത്യേകത, അമ്പിയാക്കളൊക്കെ ആ വാഹനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അമ്പിയാക്കളൊക്കെ യാത്ര ചെയ്ത വാഹനമാണ്. ആ ബുറാഖ് എന്ന വാഹനത്തിൽ കയറി പരിശുദ്ധമായ മക്കത്തെ പള്ളിയിൽ നിന്ന് അങ്ങ് ഫലസ്തീനിലെ ജെറൂസലമിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഖുർആനിൽ സൂറത്ത് ഇസ്രാഈൽ ഒന്നാമത്തെ ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാരക്നാ ഹൗലഹു ലിനരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ഈ ആയത്തിൽ ഇത് മാത്രം പരാമർശം, അഥവാ ഇസ്രാ മാത്രം. ഇസ്രാ എന്ന് വേറെ മിഅ്റാജ് പറയാം, ഇസ്രാ മാത്രമാണ് ഇവിടെ പരാമർശിക്കുന്നത്. സുബ്ഹാനല്ലദീ, അല്ലാഹു എത്ര മഹോന്നതനാണ്. എന്താണ് അല്ലാഹുവിന്റെ മഹോന്നതി? അസ്റാ ബിഅബ്ദിഹി, അല്ലാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാത്രിയിൽ യാത്ര നടത്തി. മിനൽ മസ്ജിദിൽ ഹറാം, മക്കത്തെ പള്ളിയിൽ നിന്ന് ഇലൽ മസ്ജിദിൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസിലേക്ക്. ഏതാണ് ബൈത്തുൽ മുഖദ്ദസ്? ബാരക്നാ ഹൗല, അതിന്റെ ചുറ്റുവട്ടത്ത് ബറക്കത്തുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതമാണ്. അല്ലാഹുവിന്റെ റസൂലിനെ ഉമ്മുഹാനിയുടെ വീട്ടിൽ നിന്നാണ് കൊണ്ടുപോയത്. എന്റെ കൂടെ ഉണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ യാത്ര തുടങ്ങുന്നത് എവിടുന്ന്? ഉമ്മുഹാനിയുടെ വീട്ടിൽ നിന്നാണ്. പക്ഷെ ഖുർആൻ പറയുന്നു മിനൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാം എന്ന യാത്ര സ്റ്റാർട്ട് ചെയ്തത് എവിടത്തേക്കാണ് പോയത്? ഇലൽ മസ്ജിദിൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിലേക്കാണ്. എന്താണ് മസ്ജിദുൽ അഖ്സയുടെ പ്രത്യേകത? ആ പള്ളിയിൽ ബറക്കത്തുണ്ട് എന്നല്ല പറഞ്ഞത്, ബാരക്നാ ഫീ, പള്ളിയിൽ ബറക്കത്തുണ്ട് എന്നല്ല, ബാരക്നാ ഹൗല, അതിന്റെ ചുറ്റുവട്ടത്ത് ബറക്കത്തുണ്ട് എന്ന് അല്ലാഹു. സുബ്ഹാനല്ലാഹ്. സത്യവിശ്വാസികൾ ചിന്തിക്കൂ. ഒന്ന്, ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള നബിയുടെ യാത്ര ഉമ്മുഹാനിയുടെ വീട്ടിൽ നിന്ന് തുടങ്ങിയിട്ടും അല്ലാഹു ബഹുമാനപ്പെട്ട മസ്ജിദുൽ ഹറാമാണ് യാത്രയുടെ സ്റ്റാർട്ടിംഗ് ആയി പറഞ്ഞത്. കാരണം ഉമ്മുഹാനിയുടെ വീട്ടിൽ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് യാത്ര പോകാൻ കൊണ്ടുപോയതാണ്. അവിടെ നിന്നാണ് യഥാർത്ഥ യാത്രയുടെ തുടക്കം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ അഖ്സയിലേക്ക് പോയപ്പോ എന്തിനാണ് മസ്ജിദുൽ അഖ്സയിൽ പോയതെന്ന് അറിയുമോ? മസ്ജിദുൽ അഖ്സയുടെ പരിസരത്ത് ഖബർസ്ഥാനുണ്ട്. ആ ഖബർസ്ഥാനിൽ ഒരുപാട് മഹാന്മാർ മറവിട്ട് കിടക്കുന്നുണ്ട്. അത് അല്ലാഹുവിന്റെ നബിമാരാണ്. ബഹുമാനപ്പെട്ട അമ്പിയാക്കളിൽ പ്രമുഖനായ സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വരെ അവിടെ മറവിട്ട് കിടക്കുന്നുണ്ട്. മദീനത്തെ പള്ളിയിൽ ഈ ക്ലാസ് സഹാബത്തിന് നബിതങ്ങൾ ക്ലാസ് ചെയ്ത് കൊടുക്കുമ്പോൾ സഹാബികളോട് പറയണം, വലൗ കുന്തു സമ്മ, ഞാൻ ഇപ്പൊ അവിടെ നിങ്ങളോടൊപ്പം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മൂസാ നബിയുടെ ഖബർ കാണിച്ചു തരുമായിരുന്നു. ഇന്ത്യൽ കബീബിൽ അഹ്മദ്, ചുവന്ന കുന്നിന്റെ അടുത്ത് ഞാൻ മൂസാ നബിയുടെ ഖബർ നിങ്ങൾക്ക് ഞാൻ തൊട്ട് കാണിച്ചു തരുമായിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം മൂസാ നബി അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ല അല്ലാഹുവിനോട് ഷർത്ത് വെച്ചു. അല്ലാഹുവിനോട് ഷർത്ത് വെച്ചു. എന്ത്? പഠിച്ചവനെ, എന്നെ ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്ത് മറവ് ചെയ്യണം അല്ലാഹ്. മൂസാ നബി ദുആ ചെയ്യല ചെയ്തത്. മൂസാ നബി അല്ലാഹുവിനോട് കണ്ടീഷൻ വെച്ചു. ഇമാം ബുഖാരി പറയുന്ന ഹദീസാണ്. മഹാനായ സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം, മൂസാ നബിയുടെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി അസ്റായീൽ അലൈഹിസ്സലാം വന്നു. മൂസാ നബിയുടെ ആത്മാവിനെ തൊടാൻ നോക്കുന്നത് മൂസാ നബിക്ക് മനസ്സിലായി എന്നെ തട്ടേണ്ട പരിപാടിയാണ്. ഇത് എന്നെ നിയമം തട്ടേണ്ട പരിപാടിയാണ്. മൂസാ നബി അടിച്ചു. ബഹുമാനപ്പെട്ട അസ്റായീലിന്റെ മുഖത്തടിച്ചു. രണ്ട് കണ്ണും പൊട്ടിപ്പോയി. കണ്ണ് പൊട്ടി ഒലിച്ചപ്പോ കാഴ്ച നഷ്ടപ്പെട്ട അസ്റായീൽ അതിവേഗം തിരിച്ചുപോയി അല്ലാഹുവിന്റെ അടുത്തേക്ക്. അല്ലാഹുവിന്റെ കംപ്ലൈന്റ് പറഞ്ഞു, പഠിച്ചോനെ, നീ എന്നെ അയച്ചത് ഒരു അടിമയിലേക്കാണ്. മരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളത്തേക്കല്ലേ എന്നെ അയച്ചത്. എന്റെ കണ്ണ് കാണുന്നില്ലേ റബ്ബേ? പൊട്ടിയൊലിക്കുകയാണ്.
അള്ളാഹു കണ്ണിന്റെ കാഴ്ച തിരിച്ചു കൊടുത്തു. എന്നിട്ട് അള്ളാഹു മൂസാ നബിയോട് പറഞ്ഞു, മൂസാ നബിയേ, അസ്രായീലിനോട് അള്ളാഹു പറഞ്ഞു, അസ്രായീലേ, ഇനി ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട ദാസന്മാരുടെ അടുത്ത് അവരോട് അനുവാദം ചോദിക്കാൻ തെളിവ് പിടിക്കാൻ കടന്നെഴുത്. കണ്ടോ, മൂസാ നബിയാണ് ആ പവരോടെ പഠിച്ചു കൊടുത്തത്. അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അനുമതിയുടെ അടുത്ത് അസ്രായീൽ കടന്നു വരുമ്പോ അസ്രായീൽ വന്ന് ചോദിക്കും, ഞാൻ റൂൾ പിടിക്കട്ടെ, ഞാൻ കൊണ്ട് കേറട്ടെ എന്ന് ചോദിക്കുക. നമ്മളെന്താ പറയാ, അസ്രായീലിന്റെ കണ്ണു നോക്കൊന്നുമില്ല, എല്ലാരെയും കേറി തട്ടിപ്പിടിച്ചോണ്ടുള്ള അവർ അറിയാതെ അവിടെ കൊണ്ടുപോകും. നോ, ഇത് സഹീഹുൽ ബുഖാരി ധരിച്ച ഹദീസാണ്. അള്ളാഹു അസ്രായീലിന് പുതിയൊരു പാഠം കൊടുത്ത്, അസ്രായീലേ, ഇനി മുതൽ എന്റെ ഇബാദത്ത് സ്വാലിഹീങ്ങളുടെ അടുത്തേക്ക് റൂഹ് പിടിക്കാൻ വേണ്ടി പോകുമ്പോ അവരോട് സമ്മതം ചോദിക്കാതെ പോകരുത് അസ്രായീലേ. സ്വാലിഹീങ്ങളുടെ ചരിത്രം അത് പറയുന്നുണ്ട്. ഇമാം ഗസാലി വഫാത്തായത് എങ്ങനെയാണെന്നറിയുമോ? താടി വെട്ടി, മീശ വെട്ടി, വൃത്തിയായി കുളിച്ചു, കഫപട കൊണ്ടുവന്നു, നിലത്തിൽ വിരിച്ചു, അതിൽ അത്തർ തേച്ചു. ആ പരിശുദ്ധമായ ആ കഫപടവയിൽ ഇമാം ബുഖാരി, ഇമാം ബഹുമാനപ്പെട്ട ഇമാം ഗസാലി കയറി കടന്നു. കിടന്നിട്ട് ആ കഫപടവ തന്റെ നെഞ്ചത്തേക്ക് മാറി അടക്കി മടക്കി പിടിച്ചു. എന്നിട്ട് തന്റെ നെഞ്ചത്ത് സഹീഹുൽ ബുഖാരി കയറ്റി വെച്ചു. സഹീഹുൽ ബുഖാരി അടച്ചു പിടിച്ചു, കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി. ആരോടാണ് ചിരിക്കുന്നതെന്ന് അറിയാതെ ചിരിക്കുകയാണ്. ചിരിക്കുന്നത് ആരോടാണെന്നറിയുമോ? മർഹബാ മർഹബാ മർഹബാ, മരണത്തിന് സ്വാഗതം, മരണത്തിന് സ്വാഗതം, എന്നെ പിടിച്ചോളൂ എന്ന് പറഞ്ഞ് സുസ്മേന വരവിലായി പാൽ പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് ഈ ലോകത്തുനിന്ന് കടന്നുപോയ ഇമാം ഗസാലി ഞാനൊരു സാമ്പിൾ, ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞതാണ്. ഇതാണ് അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളുടെ അവസ്ഥ. ഇതാരാകൊണ്ട് ഉണ്ടാക്കിയത്? കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. നമ്മളെല്ലാവരും പറഞ്ഞേ, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ചെറിയ ആളല്ല, വളരെ വലിയ പ്രവാചകനാണ്. ചരിത്രത്തിൽ കോളകം സൃഷ്ടിച്ച മനുഷ്യനാണ് സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. പക്ഷെ മൂസാ നബിയുടെ കഥകളൊക്കെ, മൂസാ നബി ദുനിയാവിൽ ജയിക്കാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് തന്നെ മൂസാ നബിയെ കൊല്ലാൻ വാളും പിടിച്ച് ഇങ്ങനെ കാത്തിരുന്നുണ്ടാകും. ആ കുട്ടി വന്നാൽ പറ്റുമോ ഉണ്ടോ? മൂസാ നബിയുടെ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ലോകം കണ്ട ധിക്കാരി ഫറോവ, ഫറോവന്റെ അനുയായികൾ വാളും പിടിച്ച് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആ കുട്ടി വന്നാൽ പറ്റണം. ആരാണ് ആ കുട്ടി? വല്ല റിപ്പർ സംഘടനയാണോ? വല്ല കൊലയാളിയാണോ? ലോകം കണ്ടിട്ടില്ല ആ കുട്ടി. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ അസ്രായീൽ തിരിച്ചു വന്ന് മൂസാ നബിയുടെ അടുത്തേക്ക്, മൂസാ നബിയേ, ഞാൻ നിങ്ങളെ ആത്മാവ് പിടിക്കട്ടെയോ? മൂസാ നബി പറഞ്ഞു, ഒളിച്ചുകൂടാൻ പറ്റുമെന്ന് പിടിച്ചോളൂ, പക്ഷേ എനിക്കൊരു കണ്ടീഷനുണ്ട്. എനിക്ക് മരിക്കേണ്ടത് എവിടെയാണെന്നറിയോ? റംയതൻ ബിഹജർ, ബൈത്തുൽ മുഖദ്ദസ് എന്ന ഒരു കല്ലെറിഞ്ഞാൽ എത്തുന്ന ദൂരത്തിൽ എനിക്ക് മരിക്കണം. ബൈത്തുൽ മുഖദ്ദസ് എന്ന കല്ലെറിഞ്ഞാൽ എത്തുന്ന ദൂരത്ത് മരിക്കണം. സുബ്ഹാനല്ലാഹ്. എന്തിനാണ് അത്രയും അടുത്ത് നടക്കുന്നത്? കല്ലെറിഞ്ഞാൽ ദൂരത്തൊന്നും ഒരു ദൂരത്തധികം പോയല്ലോ. അപ്പൊ അതിന്റെ പരിസരത്ത് എവിടെയെങ്കിലും എനിക്ക് ഖബർ കിട്ടണമെന്നർത്ഥം. അത് ഒരുപാട് പുണ്യമുള്ള കാര്യമാണ്. ഒന്ന്, പള്ളിയോടടുത്താണ് ഖബർ നല്ലത്. സ്വാലിഹീങ്ങളൊക്കെ കടന്നത് അവർക്ക് സലാം കിട്ടും, അവർക്ക് ദുആ കിട്ടും. തീർച്ചയായും പിന്നെ മണ്ണായിപ്പോയി, അത് മുറിവായിപ്പോയി, അത് കുഴിച്ചു മൂടപ്പെട്ട് ശോകമുഖമായി എന്ന് പറയുന്നത് വിശുദ്ധമായ ഇസ്ലാം ശക്തമായ എതിരാണ്. സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം പറയാം. അങ്ങനെ ഒരുപാട് സ്വാലിഹീങ്ങൾ അവിടെ വേറെയും മറുപടി നടക്കുന്നുണ്ട്. അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ബാറകനാ ഹൗല, പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്തുള്ള ഒരു ബർക്കത്താണ്. ആ പള്ളിയിലേക്കാണ് ആര് പോയത്? മുഹമ്മദ് മുസ്തഫ ഇസ്രായേൽ പോയത്. പോകുമ്പോൾ പള്ളി നിറയെ ആളുകളാണ്. അവർ റസൂലുള്ളാഹിയെ സ്വീകരിക്കാൻ വേണ്ടി കാത്തുനിന്നവരാണ്. അല്ലാഹുവിന്റെ നബിമാരാണ് അവർ. അല്ലാഹുവിന്റെ നബിമാരാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത്, അല്ലാഹുവിന്റെ റസൂൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ചെല്ലുമ്പോഴേക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് മുഴുവനും ലക്ഷക്കണക്കിന് നബിമാർ നബിയെ കാത്തു നിൽക്കുകയാണ്. വരൂ നബിയേ, വരൂ നബിയേ, വരൂ നബിയേ, വരൂ നബിയേ. ഞങ്ങളെ പോലത്തെ ബാലാകൂസുകളില്ല, അല്ലാഹുവിന്റെ നബിമാരാണ് ബൈത്തുൽ മുഖദ്ദസ് സ്വീകരിക്കുന്നത്. ഇത് എവിടെയാ പറഞ്ഞത്? പരിശുദ്ധ ഖുർആൻ
ഫസ്അൽ നബിയെ ചോദിക്ക് മൻ അർസൽനാ മിൻ ഖബലിക മിൻ റുസുലിനാ നിങ്ങൾക്ക് മുമ്പ് നിയോഗിക്കപ്പെട്ട ഈ ഒരുമിച്ച് കൂട്ടപ്പെട്ട ഈ പ്രവാചകന്മാരുടെ കൂട്ടത്തോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ നബിയേ. അപ്പോൾ അവർക്ക് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് അവരോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞത് എന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഖുർത്തുബി വിശദീകരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് വല്ലതും മനസ്സിലായോ? അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിനല്ല ഇസ്രായേൽ പോയപ്പോൾ ആ പള്ളിയുടെ പരിസരത്ത് മുഴുവനും ആളുകളാണ്. ആരാണ് ആളുകൾ? അല്ലാഹുവിന്റെ നബിമാരാണ്. ഈ യാത്രയാണ് പരിശുദ്ധ ഖുർആൻ ഇസ്രായേൽ എന്ന് വിശേഷിപ്പിക്കും. സൂറത്ത് ഇസ്രായേൽ. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് 2 റക്അത്ത് നിസ്കാരം നടത്തി പള്ളിയിലുണ്ട്. ആ നിസ്കാരത്തിന് ശേഷം മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 7 ആകാശങ്ങളിലേക്ക് യാത്ര പോയി. അതിന് മുറാഖ് എന്നല്ല പറയുന്നത്. മുറാഖിനേക്കാൾ സ്പീഡുള്ള ഒരു യാത്രയാണ്. അതെന്ത് വാഹനമാണ്, ഏത് രീതിയാണെന്ന് നമുക്ക് വർണ്ണിക്കാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ അങ്ങനെ ഈ നടത്തിയ 2ാം യാത്ര, സെക്കൻഡ് യാത്രയെ പറ്റിയാണ് മിഅ്റാജ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നത്. മിഅ്റാജ്. പക്ഷെ ഖുർആനിലെ ശൈലിയോട് ഇസ്രാ പറഞ്ഞത് മിഅ്റാജ് പറഞ്ഞില്ല. ഒറ്റ ആയത്തിൽ ഇസ്രാ അവസാനിപ്പിച്ചു. ഒരായത്തിൽ ഇസ്രാ അവസാനിപ്പിച്ചു. മിഅ്റാജ് പറഞ്ഞില്ല. മിഅ്റാജ് പറഞ്ഞത് സൂറത്ത് നജ്മിലാണ്. അത് ഒരുപാട് പറയുകയാണ്. ഇസ്രാ ഖുർആനിന്റെ സെന്ററിൽ വേറൊരു ചുരുളും കൂടി ഞാൻ ഇവിടെ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ തങ്ങൾ പറയുന്ന ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണത്? അപ്പോ ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പള്ളിയിൽ നിന്ന് അങ്ങോട്ട് 2ാമത് യാത്ര നടത്തി. ആ യാത്ര ബൈത്തുൽ മുഖദ്ദസ് വിട്ടതിന് ശേഷമുള്ള യാത്ര, ബുറാഖിനെ അവിടെ കെട്ടി നിർത്തിയതിന് ശേഷമുള്ള യാത്ര, അത് 7 ആകാശങ്ങളിലേക്കുള്ള യാത്ര. ഈ യാത്രയെ മിഅ്റാജ് എന്ന് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ നജ്മിലാണ് അല്ലാഹു പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വന്നജ്മി ഇദാ ഹവാ മാ ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى. നിജമാണ് സത്യം നബിയേ, നക്ഷത്രമാണ് സത്യം നബിയേ, വള്ളിച്ചെടിയാണ് സത്യം നബിയേ. വന്നജ്മി ഇദാ ഹവാ, അല്ലാഹു പറയാൻ സത്യത്തെ പറയാൻ വന്നജ്മി ഇദാ ഹവാ നബിയേ. അങ്ങ് നടത്തിയ യാത്രയുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക് നടത്തിയ യാത്രയുണ്ടല്ലോ, അല്ലാഹുവിന്റെ 7 ആകാശങ്ങൾ മുറിച്ചു കടന്ന് സർവ്വ നബിമാരുടെയും പൊസിഷനൊക്കെ മുറിച്ചു കടന്ന് അതിന്റെയും അപ്പുറത്ത് മനുഷ്യലോകം സഞ്ചരിക്കുന്നതിന്റെ, മലായികത്ത് സഞ്ചരിക്കുന്നതിന്റെ, സൃഷ്ടിലോകം സഞ്ചരിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് നബി പോയിക്കൊണ്ട് അല്ലാഹുവിലേക്ക് അടുത്തു. അല്ലാഹുവിലേക്ക് അടുത്തു. ഖുർആൻ പറയാൻ ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ, അല്ലാഹുവിൻ നബിയും അടുത്തു. ثم دنا فتدلى, അല്ലാഹു അടുത്തു, അല്ലാഹു നബി അടുത്തു. ഖുർആനിൽ പ്രയോഗം നോക്കുക, അല്ലാഹു നബി അടുത്തു, അല്ലാഹു നബി അടുത്തു, അടുത്തു, പിന്നെയും അടുത്തു, പിന്നെയും അടുത്തിട്ട് അമ്പും വില്ലും അടുത്തതുപോലെ അടുത്തു. അമ്പും വില്ലും എന്ന് പറയുന്നത് അറബികൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ആയുധമായതുകൊണ്ട് വേഗം മനസ്സിലാക്കുന്ന ഉദാഹരണം പറഞ്ഞതാണ്. അമ്പും വില്ലും അടുത്തത് അമ്പും വില്ലും ചേർത്തിട്ടുണ്ടാവും അല്ലേ, ചേർത്തിട്ടല്ലേ നെയ്യ. അവർ അന്നേ ദിവസവും അമ്പും വില്ലും അടുത്തതുപോലെ എടുത്തു. എന്നിട്ട് അല്ലാഹു പറയാൻ അതിന് അല്ല അതിന്റെ അപ്പുറം എടുത്തു. അതിന്റെ അപ്പുറം എങ്ങനെയാണ് ചിന്തിക്കുന്നത്? അതിന്റെ അപ്പുറം എന്ന് പറയുന്നത് എന്താണ്? അമ്പും വില്ലത്തിന്റെ അപ്പുറം എങ്ങനെയാണ് മനസ്സിലെടുക്കുക? അങ്ങോട്ട് ഒറ്റിപ്പിടിച്ചു ചേർന്ന് വേടി അമ്പും വില്ലും ഇതിന്റെ അപ്പുറത്ത് എടുത്തത് ഖുർആൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ ഇല്ലാതായി. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിൽ ഫനായി. സൂഫിയാവിന്റെ ഫനാഇന്റെ ഹാല് എന്ന് പറയുന്ന ഒരു ഹാല്, ഫനാഇന്റെ മഖാം, അതിലേക്ക് സൂചനയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇല്ലാതായി, ഉരി അല്ലാഹുവിലേക്ക് അങ്ങ് ലയിച്ചു. ഔ അദ്നാ ഫൗഹാ ഇലാ അബ്ദി, അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിലേക്ക് അല്ലാഹു
പരിശുദ്ധമായ ഈ യാത്ര. ഇത് സൂറത്തുൽ നജ്മിലാണ് അല്ലാഹു പറയുന്നത്. ഇത് രണ്ട് ഭാഗമായി ഖുർആൻ പറയുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഖുർആന്റെ ശൈലിയാണ്. എന്നാൽ ഈ പരിശുദ്ധമായ ഇസ്രാ മിഅ്റാജിനെ പറ്റി ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കേൾക്കണോ? നിങ്ങൾ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഇമാം ബുഖാരി റിപ്പോർട്ടിയാണ്. ഇസ്രായിൽ നിന്ന് മിഅ്റാജിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിന്റെ രാത്രി, ഇസ്രായിലിന്റെ രാത്രിയല്ല, മിഅ്റാജിന്റെ രാത്രി അല്ലാഹുവിന്റെ റസൂൽ എവിടെയും പോയിട്ടില്ല. ഞാൻ നബിയെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുകയായിരുന്നു. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ ആയിഷ ബീവി പറയാൻ മിഅ്റാജിൽ നബി എവിടെയും പോയിട്ടില്ല. ആരാ പറഞ്ഞ എവിടെയോ പോയെന്ന്? ഞാൻ നബി ഉറങ്ങിയായിരുന്നു പുറത്തിൽ, ഞങ്ങൾ രണ്ടാളും അവിടെ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ആയിഷ ബീവി പറയും. ഇത് കണ്ടിട്ട് ചില ആളുകൾ പറയും നബിക്ക് മിഅ്റാജൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മിഅ്റാജ് എന്ന് പറഞ്ഞാൽ അതൊരു സ്വപ്നമാണ്. അല്ലാഹുവിന്റെ റസൂൽ 7 ആകാശങ്ങളിൽ പോയത് സ്വപ്നം കണ്ടു, ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയത് സ്വപ്നം കണ്ടുവെന്ന്. ഇത് ചില ആളുകളുടെ വിദഗ്ധവാദമാണ്. അഥവാ പരിശുദ്ധമായ മിഅ്റാജിനെയും ഇസ്രായിലിനെയും ഒരർത്ഥത്തിൽ നിഷേധിക്കലാണ്. ഇത് ആയിഷ ബീവി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് തന്നെയാണ്. ഈ ഹദീസ് ഇല്ലാത്തതല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ 2 കാര്യം ഞാൻ പറയുന്നു. ഒന്ന്, മക്കത്തെ പള്ളിയിൽ നിന്ന് പലസ്തീന പള്ളിയിലേക്ക് നബി രാത്രി പോയത് ഒരു സ്വപ്നമാണെങ്കിൽ അത് നമുക്ക് പോയിക്കൂടെ? ഇല്ലേ? നമ്മുടെ വീട്ടിൽ നിന്ന് ഞാനിപ്പോൾ ഇൻഷാ അല്ലാഹ് മെയ് 1-ാം തീയതി ഈജിപ്ത് പലസ്തീനിലേക്ക് പോകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരുപാട് തവണ കുപ്പായൊക്കെ അടിച്ച് കിട്ടുന്നു. പക്ഷേ ഇവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല, നടക്കുന്നില്ല. എന്താണെന്നറിയില്ല. ഈ വേറെ 1-ാം തീയതി പോകില്ലായിരിക്കും. അപ്പോൾ 1-ാം തീയതി പോകും വിചാരിച്ച് നടക്കുന്ന ഞാൻ ഇന്ന് രാത്രി ഒരു പക്ഷെ സ്വപ്നം കാണും. അതൊക്കെ പോയി ഇല്ലേ? സാധാരണ മനുഷ്യൻ ഉണ്ടാകുന്നില്ലേ? ഇതിലെന്താണ് വലിയൊരു സംഭവമായിട്ട് പറയാനുള്ളത്? ഖുർആൻ പറയുന്ന സംഭവമാണ്. ഖുർആൻ പറയുന്ന സംഭവമാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഇസ്റാ അതൊരു മഹാശ്ചര്യമാണെന്ന് ഖുർആൻ. അതൊരു അത്ഭുതമാണ്. ആ ഇസ്രാ നബിക്ക് കൊടുത്ത അല്ലാഹു മഹോന്നതനാണ്. അവന്റെ മഹോന്നതിയാണ് കാണിക്കുന്നത് നബിയുടെ ആ യാത്ര. എന്താ യാത്ര? സ്വപ്നം കണ്ടു. അതാണോ ഏറ്റവും വലിയ മഹോന്നതി? 7 ആകാശങ്ങളിൽ പോയത് സ്വപ്നം കണ്ടു, അല്ലാഹുവിന്റെ അടുത്ത് പോയത് സ്വപ്നം കണ്ടു എന്നാണോ? അല്ല, അത് സ്വപ്നമല്ല, ഒരിക്കലും സ്വപ്നമല്ല. അത് ഉണർവിൽ തന്നെ. കാരണം ഇത് പറഞ്ഞതൊന്നും ഉണ്ടായിരുന്നോ? അറബികൾക്ക് മക്കയിലെ ഖുറൈശികൾക്ക് ഏറ്റവും നല്ല ആയുധം കിട്ടിയ ദിവസമാണ്. വാട്സപ്പിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അറബികൾക്കും ഖുറൈശികൾക്കും അബൂജഹലിനും ഇതുപോലെ രോമശിവായം കിട്ടിയിട്ടുണ്ട്. അത് മിഅ്റാജ് കണ്ടില്ലേ? മുഹമ്മദ് പറയുന്നത് ഈ ജാതി വിവാഹത്തെ തട്ടിപ്പിച്ച് വിടുകയാണ്. ഒരു രാത്രി ആകാശങ്ങളിൽ പോയി പോലും ആളുകൾക്ക് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ എല്ലാവരും പറഞ്ഞു ചൂടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ കാര്യം ഉണ്ടാവില്ല. അത് കുറച്ച് ഓർമ്മ തന്നെയാണ്. പലരും ഇസ്ലാമെന്ന് പലരും ഇസ്ലാമെന്ന് കൊഴിഞ്ഞുപോയി. പല ദിക്റും പഠിച്ച് നടക്കുന്ന സാധുക്കളൊക്കെ പലരും നഷ്ടപ്പെട്ടു പോയി. പലരും മുർത്തദ്ദായി പോയി. ഇമാം ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, ഇത് കേട്ടിട്ട് പലരും അവിശ്വസിച്ചു പോയി. ഒരാൾക്കും മറുപടി പറയാൻ കഴിയുന്നില്ല. എല്ലാവരും ഉത്തരം പൊട്ടിപ്പോയി. ഇങ്ങനെയൊക്കെ പറയാൻ കഴിയും. ഒന്നാത്തിന് കുറച്ച് ഓർമ്മ. അവസാനം അവരെത്തി താഴെടുത്താണെന്നറിയുമോ? പർവ്വത സമാനമായ ഈമാനിന്റെ ഉടമ, ജാചരിക്കുന്ന വിജ്ഞാനത്തിന്റെ ഈമാനിന്റെ പ്രതിരൂപമായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെടുത്ത് പോയിട്ട് ചോദിച്ച, അബൂബക്കറേ കേൾക്കണോ കഥ? എന്താണ്? നിങ്ങൾ നബിയുണ്ടല്ലോ, ഇന്നലെ രാത്രി ഉറങ്ങുന്ന ആ സമയത്ത് ചുരുങ്ങിയ സമയം കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ പോയത്രേ, അവിടുന്ന് ആകാശങ്ങളിൽ പോയത്രേ, അവിടുന്ന് അപ്പുറം പോയത്രേ, 1 മണിക്കൂർ കൊണ്ട് തിരിച്ച് വീട്ടിൽ തന്നെ തിരിച്ചത്രേ. നീ വിശ്വസിക്കുന്നുണ്ടോ? സിദ്ദീഖിനോട് ചോദിക്കണം, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ നോക്കുന്നല്ലോ? അല്ല. നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇതെന്തൊരു മനുഷ്യനാണ്, ഇതെന്തൊരു വിധിയാണ്. ആമിനു കമാ ആമനന്നാസ് ഖാലൂ അനുമിനു കമാ ആമനസ്സുഫഹാ. എന്തൊരു വിധിയാണിത്, എന്തൊരു വിധിയാണ്, ഇതെന്തൊരു വിധിയാണ്. ആളുകൾ വിധിയാണ് എന്തൊരു വിധിയാണ്. മുഅ്മിനീങ്ങൾ ആലോചിച്ചു, ആളുകൾ വിധിയാക്കുക. യഥാർത്ഥത്തിൽ നോക്കൂ നിങ്ങൾ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോഹരമായ മേലാറ്റിന് ആളുകൾ ഇത്ര വലിയ വിഡ്ഢിത്തരമാക്കുന്നത് ആളുകളുടെ ഈമാൻ തെറ്റിപ്പിക്കാൻ മാത്രം
ഉണ്ടോ? ആയിഷ ബീവി എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആയിഷ ബീവി പറയാൻ മേറാജിൽ നിന്ന് നബി എവിടെയും പോയിട്ടില്ല, എൻ്റെ അടുത്ത് ഉറങ്ങായിരുന്നു, ഞങ്ങൾ രണ്ടാളും പുറത്തിൽ കെട്ടിപ്പിടിച്ച് ഉറങ്ങായിരുന്നു എന്നാണ്. എന്താണ് ഇതിനർത്ഥം? ഇതിന്റെ വസ്തുത എന്താണ്? ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഹദീസ് അതുകൊണ്ട് കാണാൻ പറ്റില്ല. അതിന്റെ വസ്തുത എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ മിഅ്റാജിൽ പോയത് മക്കയിൽ വെച്ചാണ്. കാരണം ഖുർആൻ എന്ന് പറയുന്നത് മിനൽ മസ്ജിദിൽ ഹറാം, മക്കത്തെ പള്ളിയിൽ നിന്ന് ഇലൽ മസ്ജിദിൽ അഖ്സ, പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക്. അപ്പോൾ മക്കത്തെ പള്ളി എന്നാണ്. മക്കത്തെ പള്ളി എവിടെയാ? മക്കത്താണ്. മക്കത്ത് നിന്ന് യാത്ര തുടങ്ങുന്നത് നബി തങ്ങൾ മക്കത്ത് ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ സംഭവം. ഹിജ്റ പോകുന്നതിന് തൊട്ട് മുമ്പത്തെ വർഷം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തേക്ക് ഹിജ്റ പോകുന്നതിന് തൊട്ട് മുമ്പുണ്ടായ സംഭവമാണ്. ഇവിടെ നിന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 7 ആകാശങ്ങളിലും ബൈത്തുൽ മുഖദ്ദസിലൊക്കെ പോയത്. എന്നാൽ നബി മക്കത്ത് നിന്ന് മദീനത്തേക്ക് പിറ്റത്തെ വർഷം ഹിജ്റ പോയി. ഹിജ്റ പോയതിനു ശേഷം പിറ്റത്തെ വർഷം ആയിഷ ബീവിയെ കല്യാണം കഴിച്ചു. ആയിഷ ബീവി ഭാര്യയായി. അപ്പോൾ നബി ആയിഷ ബീവിയെ കല്യാണം കഴിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പാണോ ആയിഷ ബീവിയും നബിയും ഒരു പുറത്തിൽ കെട്ടിപ്പിടിച്ച് മിറാജിനുമാകാതെ കടന്നുപോയത്? ശ്രദ്ധിക്കുന്ന വിഷയമുണ്ടല്ലോ. ആയിഷ ബീവിയെ കല്യാണം കഴിക്കാൻ വേണ്ടി നബി മദീനത്ത് വന്നിട്ടൊന്നുമില്ല. മദീനയിൽ എത്തുന്നതിന് മുമ്പ് ഹിജ്റയുടെ മുമ്പാണ് ഈ മിറാജുൽ ഇസ്രാ ഉണ്ടായിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് മക്കയിലുള്ള നബിയെ ആയിഷ ബീവി കെട്ടിപ്പിടിച്ച് കടന്നുപോയത്? ഇത് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. പിന്നെന്താ ആയിഷ ബീവി പറഞ്ഞതിന്റെ അർത്ഥം? ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പറഞ്ഞത് മിഅ്റാജിനെ പറ്റിയാണ്, ഇസ്രായിനെ പറ്റിയല്ല. മനസ്സിലാക്കണം. ഒന്ന്, ആയിഷ ബീവി പറയുന്നത് നബി മിഅ്റാജിന്റെ രാത്രി എന്റെ കൂടെ ഉറങ്ങുന്നുണ്ട് എന്നാണ്, ഇസ്രായിനെ പറ്റിയല്ല. എന്താ ഇസ്രാവും മിഅ്റാജും? ഇസ്രാവും മിഅ്റാജും ഒരു രാത്രിയിൽ ഉണ്ടായെന്നാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന് വേറെ 26 മിഅ്റാജുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു മിഅ്റാജാണ്. ഇസ്രായിൽ നിന്ന് രാത്രിയിലുണ്ടായ മിഅ്റാജ് എന്ന് വേറെയാണ്. അതിന് പുറമെ 26 മിഅ്റാജുകൾ വേറെ ഉണ്ടായിട്ടുണ്ട്. ഇത് പരിശുദ്ധ ബുഖാരിയിൽ എത്രയോ ഹദീസ് കാണാം. എന്താ എന്നെ മിഅ്റാജിൽ കൊണ്ടുപോയപ്പോ നിങ്ങൾക്ക് വേറെ പല മിഅ്റാജുകൾ ഉണ്ടായിട്ടുണ്ട്. ആ മിഅ്റാജുകളൊക്കെ സ്വപ്നത്തിലുള്ള മിഅ്റാജുകളാണ്. സ്വർഗത്തിൽ പോയ മിഅ്റാജുണ്ട്, നരകം കണ്ട മിഅ്റാജുണ്ട്, സ്വർഗത്തിലെ മുന്തിരി പറിച്ച മിഅ്റാജുണ്ട്. അതൊക്കെ സ്വപ്നത്തിലുള്ള മിഅ്റാജാണ്. ആ മിഅ്റാജിനെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടില്ല. ഖുർആൻ പറഞ്ഞത് ശാരീരികമായ മിഅ്റാജിനെ പറ്റിയാണ്. അപ്പോൾ ആ സ്വപ്നത്തിലുണ്ടായ മിഅ്റാജിനെ പറ്റിയാണ് ആയിഷ ബീവി പറഞ്ഞത്. മനസ്സിലായി പറഞ്ഞത്? കൺഫ്യൂഷൻ ആയോ? നിങ്ങൾക്ക് 27 മിഅ്റാജുണ്ട്. ഒരു മിഅ്റാജ് ശരീരത്തോടെ പോയതാണ്, ബാക്കി 26 മിഅ്റാജും ആത്മാവും പോയതാണ്. ആത്മാവ് പോയ മിഅ്റാജിനെ പറ്റി ആയിഷ ബീവി പറഞ്ഞത്. ആയിഷ ബീവി ഒരിക്കലും റസൂലുള്ളാഹിയുടെ ശാരീരിക മിഅ്റാജിനെ നിഷേധിച്ചിട്ടില്ല, നിഷേധിക്കാൻ പറ്റുകയില്ല. കാരണം എങ്ങനെയാ ആയിഷ ബീവി നിഷേധിക്കുക? ആയിഷ ബീവിക്ക് അത് അറിയില്ലല്ലോ. ആയിഷ ബീവിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള സംഭവമാണിത്. അന്ന് നബി കിടന്നുറങ്ങിയത് ഉമ്മു ഹാനിയെ പറ്റിയാണ്. ഉമ്മു ഹാനിയാണ് ഈ ഹദീസ് പറയുന്നത് റളിയല്ലാഹു അൻഹാ. നിങ്ങൾക്ക് തോന്നി ഉമ്മു ഹാനി എന്ന് പറയുന്നത് കോഴിക്കോട്ടെ വർഷത്തെ പെണ്ണാണ്? സയ്യിദത്തുനാ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹി തങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങാൻ മാത്രം നബിയുമായി കുടുംബബന്ധമുള്ള, സ്നേഹബന്ധമുള്ള, ഇഷ്ടബന്ധമുള്ള സഹോദരിയാണ് ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹാ. ഈ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 ആകാശങ്ങളിൽ പോയി അല്ലാഹുവിന്റെ അടുത്ത് പോയി. ഈ ഉമ്മത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു കൊടുത്ത ഒരു വരദാനമാണ് പരിശുദ്ധ നിസ്കാരം. ഞാൻ ഓർമ്മിക്കുകയാണ്, മഹാനായ സയ്യിദ് അബ്ദുൽ തങ്ങൾ അവരുടെ അല്ലാഹു മഹാനരുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഒരു മിഅ്റാജിന്റെ രാത്രി 27-ാം രാവിലെ ഈ മഖാമിന്റെ മുറ്റത്ത് വെച്ച് ഞങ്ങൾ ജാമിഅ നബവിയിലേക്ക് ഉപരിപഠനത്തിൽ പോകുന്ന വർഷമായിരുന്നു അത്. മഹാനായ അസ്ഹർ തങ്ങൾ പ്രഭാഷണം നടത്തിയത് ഞാൻ ഓർമ്മിക്കുകയാണ്. മിഅ്റാജിന്റെ രാവിലെ, നാളെ മിഅ്റാജിന്റെ പകലാണെങ്കിൽ ഇന്ന് രാത്രി മഹാനായ തങ്ങൾ അവർ അന്നിവിടുന്ന് അർത്ഥഗർഭമായ ഒരു പ്രഭാഷണം നടത്തിയത് ഞാൻ ഓർമ്മിക്കുകയാണ്. ഒന്നരായ ശേഖരടക്കമുള്ള മഹാനന്മാർ സദസ്സിലുള്ള സ്റ്റേജിലുള്ള ആ സ്റ്റേജിൽ വെച്ച് മഹാനായ അസ്ഹർ തങ്ങൾ അവർ നടത്തിയ പ്രസംഗമുണ്ട്. ഓർമ്മിക്കാൻ ഇന്നും എൻ്റെ കാതുകളിൽ അതിങ്ങനെ മുഴങ്ങി വരികയാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർ മിഅ്റാജിൽ നിന്ന് കഴിഞ്ഞ് ഉമ്മത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉമ്മത്തിന് വേണ്ടി അല്ലാഹു കൊടുത്തയച്ച, അല്ലെങ്കിൽ അല്ലാഹുവിനോട് ചോദിച്ച് വാങ്ങിക്കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട ഇബാദത്താണ്
നിസ്കാരം എന്ന് പറയുന്നത്. നിസ്കാരം ഉമ്മത്തിന് വേണ്ടി ചോദിച്ച് വാങ്ങിച്ച് കൊണ്ടുവന്നതാ. പ്രശ്നമേ ഞാൻ ഇവിടെയൊക്കെ വന്നല്ലോ, എൻ്റെ ഉമ്മത്തിന് എന്തെങ്കിലും തരണം, എൻ്റെ ഉമ്മത്തിന് തരണം എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിന് വേണ്ടി കൊടുത്തതാണ് മിഅ്റാജിന്റെ രാത്രിയിലുള്ള നിസ്കാരം. ഈ നിസ്കാരത്തെ പറ്റി നബി പറയുന്ന ഹദീസ് നോക്കൂ. ഹുബ്ബിബ ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടം മിൻ ഉമൂരി ദുനിയാകും, നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യങ്ങളിൽ നിന്ന്. ദുനിയാവെന്നതല്ല, നിങ്ങളതാണ്. ഹദീസിന്റെ പ്രയോഗമാണ് ഹുബ്ബിബ ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടം മിൻ ഉമൂരി ദുനിയാകും, നിങ്ങളുടെ ദുനിയാവിൽ നിന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർബന്ധിതരായി ഭൂമിയിൽ വന്നതാണ്. ഭൂമി ജനങ്ങളുടേതാണ്. ആ ജനങ്ങളെ സേവിക്കാൻ ഇലാഹിയായി നിയോഗിക്കപ്പെട്ടവരാണ്. ആ നബി പറയാണ്, നിങ്ങളുടെ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് 3 കാര്യമാണ്. അതിലൊന്ന് ഖുർറത്തു അയ്നി ഫിസ്സലാഹ്, നല്ല മനസ്സ് കൊടുത്ത് നിസ്കരിക്കലാണ്. നല്ല മനസാന്നിധ്യത്തോടെ ഖുശൂഅോടെ ഭയഭക്തിയോടെ നിസ്കരിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 3 കാര്യങ്ങളിൽ ഒന്നെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെങ്ങനെയാ സാധിക്കുക? നിങ്ങൾ മനസ്സിലാക്കണം. അതെങ്ങനെയാ സാധിക്കുക? നല്ല മനസ്സ് കൊടുത്തുള്ള നിസ്കാരം. മനസ്സിലെന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിലും നടക്കൂല. ബാത്റൂമിൽ പോകണമെങ്കിൽ മുട്ടുന്നുണ്ടെങ്കിലും നടക്കൂല. ഭക്ഷണത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് നടക്കൂല. ദുനിയാവിന്റെ ടെൻഷൻ ഉണ്ടെങ്കിൽ അത് നടക്കൂല. ആഖിറത്തിന്റെ ടെൻഷൻ ഉണ്ടെങ്കിൽ അത് നടക്കൂല. ഒരു ടെൻഷൻ ഉണ്ടാവാൻ മെമ്മറി ഫ്രീ ആവണം. 40 മിനിറ്റ് ഒരു ദിവസം മെമ്മറി ഫ്രീ ആയിട്ട് മനുഷ്യൻ നിർത്തി എന്നാൽ ആ മനുഷ്യന് ഭൗതികമായി, ശാരീരികമായി, ആരോഗ്യപരമായി ഒരുപാട് ഉന്നതി ഉണ്ടാകുമെന്ന് നമ്മുടെ സയൻസ് പറയുന്നുണ്ട്. 40 മിനിറ്റ്, 40 മിനിറ്റ് മനസ്സ് ഫ്രീ ആയി നിൽക്കുക. ഒരു ഫ്രീയുള്ള മനുഷ്യനെ നേരെ നിസ്കരിക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കിട്ടാൻ വേണ്ടി പാതിരാത്രിയേക്കും. വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക, നബിയേ നിങ്ങൾ ഉറങ്ങൂ. റസൂലുള്ളാഹി ഉറങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുന്നു. ആരാ മുട്ടുന്നത്? ജിബ്രീലാണ്. യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ, നബിയേ ഉറങ്ങല്ല, നബിയേ പദപ്പെട്ട് ഉറങ്ങല്ല, നബിയേ എഴുന്നേൽക്ക്, നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അയ്യുഹൽ മുദ്ദസിർ, പദപ്പെട്ട് മൂടല്ല, നബിയേ ഉറങ്ങല്ല, നബിയേ ഖും, നിങ്ങൾ നിസ്കരിക്ക്, നബിയേ. കണ്ടോ? അലാറം വയ്ക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അലാറോട് സർവ്വമുണ്ട്. റസൂലുള്ളാഹി ജിബ്രീലിനോട് വിളിക്കുക, നബിയേ എഴുന്നേൽക്ക്, നിസ്കരിക്ക്. നല്ല മെമ്മറി ഫ്രീ ആയി അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കും. تهجد به نافلة لك عسى أن يبعث لك ربك مقاما محمودا. നിങ്ങൾ അങ്ങനെ നിസ്കരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മഖാം മഹ്മൂദ് നബിയേ. മഖാം മഹ്മൂദ് എന്താ? മഖാം മഹ്മൂദ് നമ്മൾ ഇന്ന് ഇശാ ബാങ്ക് കൊടുത്ത ഉടനെ റസൂലുള്ളാഹി മഖാം മഹ്മൂദ. അല്ലാഹുവേ നബിയെ മഖാം മഹ്മൂദിലേക്ക് അയക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ മഖാം മഹ്മൂദിലേക്ക് അയക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നുണ്ടല്ലേ? മഖാം മഹ്മൂദിലേക്ക് റസൂലുള്ളാഹി അയക്കണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഖാം മഹ്മൂദ്. അപ്പോൾ ഉമ്മത്ത് മുഴുവനും റസൂലുള്ളാഹി ബോധിക്കുന്ന ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റ് നബിക്ക് കിട്ടാൻ എന്താ വേണ്ടത്? രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കൂ നബിയെ. അപ്പോൾ തഹജ്ജുദ് നിസ്കാരം. എന്താ തഹജ്ജുദ് നിസ്കാരത്തിന്റെ ബഹുമാനം? അത് മെമ്മറി ഫ്രീ ആകുന്ന ടൈമാണ്. നല്ല മനസാന്നിധ്യത്തോടെ നിസ്കരിക്കലാണ്. അതാണ് നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 3 കാര്യങ്ങളിൽ ഒന്നാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് റസൂലുള്ളാഹിക്ക് മാത്രമല്ല, ഇത് മുഅ്മിനീങ്ങൾക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ. ഞാൻ മിഅ്റാജിൽ പോയിട്ടുണ്ട്, ഞാൻ അല്ലാഹുവിന്റെ ഹദറത്തിൽ പോയിട്ടുണ്ട്, ഞാനും അല്ലാഹു തമ്മിൽ സംഭാഷണം നടത്തിയിട്ടുണ്ട്. അല്ലാഹ് എനിക്ക് വിവരം തന്നിട്ടുണ്ട്, അല്ലാഹ് എന്നെ വിവരം കൊണ്ട് കൊടുത്തിട്ടുണ്ട്, അല്ലാഹ് എന്നെ ഇലാഹിയായ ഹദറത്തിനോട് അടുപ്പിച്ചിട്ടുണ്ട്. അത് എന്റെ മിഅ്റാജാണെങ്കിൽ എന്റെ ഉമ്മത്തിനും മിഅ്റാജുണ്ട്. എന്റെ ഉമ്മത്തിന് മിഅ്റാജുണ്ട്. ഏതാണ് എന്റെ ഉമ്മത്തിന്റെ മിഅ്റാജ്? അത് നിസ്കാരമാണ്. അഥവാ ഒരു ഉമ്മത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്ത് നിസ്കരിക്കുമ്പോൾ അല്ലാഹുവിലേക്ക് സഞ്ചരിക്കുകയാണ്. അല്ലാഹുവിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ.
നമ്മൾ നിസ്കാരത്തെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടോ ഉറപ്പല്ല. ആരും കേൾക്കുന്നതാണ് എന്താ പറയാ, ഇതൊക്കെ ഇനി ഞാൻ വിശുദ്ധിയെ കടന്നേയുള്ളൂ. ഇനി കുറച്ച് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. നമ്മുടെ നിസ്കാരത്തെ പറ്റി അല്ലേ അല്ല. ഈ നിസ്കാരം ഒരു മനുഷ്യൻ 40 ദിവസം നിസ്കരിച്ചാൽ ഉടനെ വലിയവൻ. ഈ നിസ്കാരം ഒരു മനുഷ്യൻ 40 ദിവസം നിസ്കരിച്ചാൽ കറാമത്ത് കാണുന്നു. കറാമത്ത് കണ്ടിട്ടില്ലെങ്കിൽ ഈ ശബ്ദത്തിട്ടില്ല എന്ന് ഞാൻ പറയണില്ല, ഇമാമുകൾ പറയുമ്പോൾ. എന്താ കാരണം? ഇത് മിഅ്റാജാണ്. ഈ മിഅ്റാജിന്റെ രഹസ്യം എന്താണ്? നിസ്കാരത്തിലെ ഇഖ്ലാസാണിത്. എന്താണ് ഇഖ്ലാസ്? മഹാനായ സയ്യിദുനാ ഹുദൈഫ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് സംശയം, നബിയേ അനിൽ ഇഖ്ലാസി മാ ഹുവ യാ റസൂലല്ലാഹ്, എനിക്ക് ഇഖ്ലാസ് ഒന്ന് പറഞ്ഞു തരുമോ നബിയേ? ഇഖ്ലാസ് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരുമോ? ശ്രദ്ധിക്കണം, വളരെ പ്രസിദ്ധമായ ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹുദൈഫ, നിങ്ങൾ ഈ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, ഈ ചോദ്യം സഅൽതു, ഞാൻ ഈ ചോദ്യം ചോദിച്ചു ജിബ്രീൽ അലൈഹിസ്സലാം. നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം ഞാൻ കൊണ്ട് ജിബ്രീൽ ഉപയോഗിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണേ. അപ്പോൾ ബഹുമാനപ്പെട്ട ഹുദൈഫ ബുദ്ധിമാനാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ വിളിക്കാൻ, നബി എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞേരോ? റസൂലുള്ളാഹി പറഞ്ഞു, ഹുദൈഫ, ഈ ചോദ്യം ഞാൻ നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് ജിബ്രീലിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജിബ്രീൽ എന്താ മറുപടി പറയോ? നബിയേ, നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം നിങ്ങൾ എന്നോട് ചോദിക്കുന്നതിന് മുമ്പ് സഅൽതു റബ്ബൽ ഇസ്സ, ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചിട്ടുണ്ട്. കാര്യം ഭയങ്കര ഗൗരവമാണ്. ആ പോയിന്റിലേക്ക് ഹുദൈഫ എത്തി. ആ പോയിന്റിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ എത്തി. ആ പോയിന്റിലേക്ക് ജിബ്രീലിനെ അല്ലാഹു കൊണ്ടുവന്നു. എന്താണ് ആ പോയിന്റ്? മാ ഹുവൽ ഇഖ്ലാസ്, എന്താണ് ഇഖ്ലാസ്? അതിന് അല്ലാഹു തആല ജിബ്രീലിന് കൊടുത്ത മറുപടി, ജിബ്രീൽ റസൂലുള്ളാഹിക്ക് കൊടുത്ത മറുപടി, റസൂലുള്ളാഹി ഹുദൈഫക്ക് കൊടുത്ത മറുപടി ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്. എന്താണ് മറുപടി? മാ ഹുവ ഫഖാല, അല്ലാഹു പറയാണ്, സിർറും മിൻ നസ്റാനി, അത് എൻ്റെ ഒരു സ്വകാര്യമാണ്. ഇഖ്ലാസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വകാര്യമാണ്. നമ്മളല്ലേ ഇത് നിസ്കരിച്ചല്ലോ, ഞാൻ വിചാരിച്ചു എൻ്റെ നിസ്കാരം ഭയങ്കര ഇഖ്ലാസ് ഉള്ളതാണെന്ന്. നിങ്ങൾ വിചാരിച്ചല്ലോ. അല്ലാഹു ഞാൻ വിചാരിക്കട്ടെ, അല്ലാഹുവിന്റെ സ്വഭാവമുണ്ട്. അടിമ എന്നെ പറ്റി എന്താ വിചാരിച്ചത് അത് ഞാൻ ആയിക്കൊണ്ടിരുന്നു. അത് അല്ലാഹുവിന്റെ സ്വഭാവം, ഔലിയാക്കന്മാരുടെ സ്വഭാവമാണ്. നമ്മൾ എങ്ങനെയാണെന്ന് അവർ വിചാരിക്കുന്നത്, അവരെ പറ്റി വിചാരിക്കുന്നത്, അത് അതുപോലെ നമുക്ക് ഇങ്ങനെ കൂടായി തരുന്നു. അതുപോലെ അല്ലാഹുവിന്റെ സ്വഭാവം, എന്റെ അടിമ എന്നെ പറ്റി എന്താ വിചാരിക്കുന്നത് അത് ഞാൻ ആയിക്കൊടുക്കുമെന്ന് അല്ലാഹു പറയാണ്. അപ്പൊ നമ്മളൊക്കെ ഇഖ്ലാസോടുകൂടി നിസ്കരിച്ചെന്ന് വിചാരിക്കുന്നത്. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അൽ ഇഖ്ലാസു സിർറും മിൻ അസ്റാരി, എന്റെ രഹസ്യങ്ങളിൽപ്പെട്ട രഹസ്യമാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. ഔദഅതുഹു ഫീ ഖൽബി വൻ അഹബ്ബ മിൻ ഇബാദി, എന്റെ പിരിച്ചപ്പെട്ട അടിമകളിൽ നിന്ന് അല്ലാഹു തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട അടിമകളുടെ മനസ്സിൽ അല്ലാഹു തആല സൂക്ഷിച്ചു വെക്കുന്ന ഒരു നിധിയാണ് ഇഖ്ലാസ് എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്കാണ് ഉണ്ടാവുന്നത്. അല്ലാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലാഹു അവരുടെ കൽബിൽ സൂക്ഷിച്ചു വെക്കുന്ന സാധനം, ഒരു പൊന്ന് സൂക്ഷിച്ചു വെക്കുക പെട്ടിയില്ല, ഇല്ലേ? അത് വളരെ പ്രധാനപ്പെട്ട റൂമിലോ വെക്കുക. അതിന്റെ ചാവി വളരെ പ്രധാനമായി പോക്കറ്റിലെ ഉൾക്കൊണ്ട് ഇറക്കി വെക്കുക. ആരും പെണ്ണുങ്ങളെ വെക്കണേ, ഇല്ലേ? ദിവസത്തെ കീശയിൽ പെണ്ണുങ്ങൾ ചിലപ്പോൾ കഴിയണം. അതൊക്കെ മസലുണ്ട്. ഭർത്താവിന്റെ കീശയിൽ പൈസ കാണാണ്ട് പെണ്ണുങ്ങൾ കുറച്ചൊക്കെ കട്ടാതെ മസല എന്നത് പറയാം. അങ്ങനെയുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഹിന്ദെന്ന ഭർത്താവ്, ഹിന്ദെന്ന ഭാര്യ, അബൂ സുഫിയാന്റെ ഭാര്യ റസൂലുള്ളാഹിയോട് വന്ന് കംപ്ലൈന്റ് വന്ന്, നബിയേ, ഇന്ന സൗജി, എന്റെ ഭർത്താവ് അബൂ സുഫിയാൻ റജുലുൻ മിസ്കീൻ, പിശുക്കനാണ്, വേണ്ടത്ര പൈസ ചെലവ് തരില്ല, ഒപ്പിച്ച് ചോദിച്ചിട്ടാ പറഞ്ഞു. നല്ല വത്തക്കരം വേണമെങ്കിൽ ഒഴുത്ത വത്തക്കരം ചോദ വാങ്ങില്ല. ഞാൻ എന്താ വേണ്ടത് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ കാണാൻ എടുത്തോളൂ, നല്ലത് വാങ്ങിക്കോളൂ, ബാക്കി പൈസ വെച്ചോളൂ, ബാക്കി വേണ്ട, ബാക്കി പൈസ വെച്ചോളൂ. ഇത് പെണ്ണുങ്ങൾക്ക് പണ്ടേ മസാല അറിയാം, അവരുടെ കീശയിൽ കയ്യിടും. എന്നാൽ ഈ പെണ്ണുങ്ങൾ പോലും സൂക്ഷിക്കാത്തടുത്താണ് നമ്മുടെ പ്രൈവറ്റ് അളമാരുടെ സാമിനാൻ വെക്കുകയെങ്കിൽ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൂക്ഷിപ്പ് മുതലായ ഇഖ്ലാസ്, ആ ഇഖ്ലാസിനെ അല്ലാഹു വെക്കുന്നത് അവർ ഇഷ്ടപ്പെട്ട ആളുകളുടെ ഹൃദയത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു രണ്ടാളുകൾ രണ്ട് നിലക്ക് നിശ്ചയിച്ചത്. അല്ലാഹു വെറുക്കുന്ന ആളുകളെ വേണ്ടാത്ത പണിയെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അത് വെറുതെ വേണ്ട
അടിമയാവുക എന്ന് പറയുന്നതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പോസ്റ്റ്. റസൂലുള്ളാഹി ആകുന്നതിന്റെയും മേലയുടെ പോസ്റ്റാണ്. നിബിയാവട്ടിൽ നിബിയാവ് വാദിച്ചു എന്ന് പറയണ്ടേ, അങ്ങനെ ഞാൻ വാദിച്ചിട്ടില്ല, അങ്ങനെ നല്ല പറഞ്ഞത്. മറിച്ച് ഖുർആൻ തന്നെ പറയുന്നത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ബിറസൂലിഹി എന്നല്ല, എന്റെ അടിമയെ എന്റെ അടിമനെ ഇസ്റാ നടത്തി എന്റെ റസൂലിനെ എന്നല്ല, ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ തങ്ങളവർകൾ അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടിമയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ ചാർന്ന് ഇന്നപ്പോ ഒരാൾ എന്തോ ഈത്തപ്പഴം ഒരു പഴം പഴം നമ്മളെടുത്തു, ആ പഴം ഈത്തപ്പഴയേക്കും ഇവരെ ചാർന്ന് എന്നില്ല, നേരെ എന്ന് തിന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പറഞ്ഞു, ലാ അഖുലു മുത്തഖിയ, ഞാൻ ചാർന്നിരുന്നു തിന്നോല, ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ അടിമയാണ്, എന്റെ പോസ്റ്റ് അതാണ് അബ്ദുല്ലാഹ്. മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയാൻ അല്ലാഹുവിന്റെ പിരിച്ചപ്പെട്ട അടിമ, ആ അടിമയുടെ ഹൃദയം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഖസാനയാണത്, അല്ലാഹുവിന്റെ അൾമാറയാണത്. അതിൽ അല്ലാഹു സൂക്ഷിച്ചു വെക്കുന്ന രീതി അത് പൊന്നല്ല, അത് മുത്തല്ല, അത് പവിഴമല്ല, അത് രക്തമല്ല, അത് ഇഖ്ലാസാണ്. ഈ ഇഖ്ലാസ് ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടായാൽ സുബ്ഹാനല്ലാഹ്, മഹാനായ അബൂ യഅഖൂബ് അസ്-സനൂസി റളിയല്ലാഹു അൻഹു പറയാൻ വസഖത ശഹീദു ഫീ ഇഖ്ലാസിഹി വൽ ഇഖ്ലാസ്, ഒരാൾ തന്നെ ഇഖ്ലാസ് കണ്ടാൽ, ഒരാൾ തന്നെ ഇഖ്ലാസ് കണ്ടു, ഞാൻ ഇഖ്ലാസ് ഉണ്ട് എന്ന് ഒരു മുഖ്ലിസായ മനുഷ്യന് അവന്റെ ഇഖ്ലാസിനെ പറ്റി മനസ്സിലായാൽ ഇഖ്ലാസ് ഇല്ല, ശരിയല്ല. എനിക്ക് ഇഖ്ലാസ് ഉണ്ട് എന്ന് അടിമക്ക് തോന്നിയാൽ ആരും ഇഖ്ലാസ് ഇല്ല എന്ന്, അങ്ങനെ തോന്നാതിരിക്കുക ഇഖ്ലാസ്, ഞാൻ ഇഖ്ലാസ് ഇല്ല എന്ന് തോന്നിക്കൊണ്ടേയിരിക്കും. അതാണ് അല്ലാഹുവിന്റെ വലിയ വലിയ അടിമകൾ. നിങ്ങൾ നോക്കൂ, മഹാനായ ബഹുമാനപ്പെട്ട മഹദി റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹാ, ഈജിപ്തിലെ വരദാനമാണ് റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹാ. റാബിയത്തുൽ അദവിയുടെ ഭർത്താവ് വഫാത്തായപ്പോ ആ കാലഘട്ടത്തിലെ വലിയ മഹാൻ, 10,000 ശിഷ്യന്മാരുടെ വലിയ ഉസ്താദ്, വലിയ മഹാൻ, ലോകം കണ്ട പണ്ഡിതൻ റാബിയത്തുൽ അദവിയായിട്ട് വന്ന് കെട്ടന്വേഷിക്കാൻ വന്നു. നമുക്ക് കിട്ടല്ലേ, പെണ്ണിട്ടല്ലേ, ഞങ്ങൾ കല്യാണം കഴിക്കല്ലേ, വാലിയാന്നൊക്കെ മുമ്പ് കണ്ട് നല്ലൊരു പെണ്ണുങ്ങളെ ആടുകത്താണ്, വലിയതാണ്, കറാമത്തുള്ള പെണ്ണാണ്. മുമ്പത്തി പറഞ്ഞു, നിങ്ങളെ തടയുന്നതിന് ഒഴിവാക്കുന്നതിന് വലിയ വിഷമമുണ്ട്, പക്ഷേ എനിക്കിവിടെ വലിയ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ പരിഹരിക്കാതെ ഞാൻ വിവാഹത്തിലേക്ക് പോകില്ല. എന്താ എന്റെ പ്രശ്നം അറിയോ? ഞാൻ ആരാണ് തിരിഞ്ഞിട്ടില്ല. 4 കാര്യങ്ങളാണ് പറഞ്ഞത്, ആ 4നെയും വ്യക്തച്ചിട്ടില്ല. ഞാൻ ആരാണ് എനിക്ക് തിരിഞ്ഞിട്ടില്ല, ഞാൻ നല്ലവനാണോ വടക്കാണെന്ന് പറയും, ഞാൻ നന്നാവുന്ന എനിക്ക് നിനക്ക് എന്നെ പറ്റി പേടിയാണ്, ഞാൻ നരകത്തിലാകുക, ഞാൻ സ്വർഗത്തിലാകുക, ഞാൻ ഏത് പട്ടികയിലുണ്ട്, എന്റെ റൂപ് എങ്ങനെയാണെന്ന് പിടിക്കുക, അതായത് ആലോചിക്കുമ്പോൾ എനിക്ക് ഭർത്തൃസുഖം വരുന്നില്ല. ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ സൂഫിയാക്കളുടെ സ്വഭാവം. അപ്പോ ഒരു മനുഷ്യൻ അവന്റെ കൽവിൽ ഇഖ്ലാസ് ഉണ്ട് എന്ന് അയാൾ തിരിച്ചറിഞ്ഞാൽ കാരണം ഇവിടെ പണിയെടുക്കുന്ന ആരാണ്? ഇബ്ലീസാണ്. ഇബ്ലീസിന്റെ വലുപ്പം എന്ന് പറയോ, ആകാശത്ത് ഇബ്ലീസ് സുജൂദ് ചെയ്യാൻ ഒരു സ്പേസ് ബാക്കിയില്ല. വിശാലമായ റബ്ബിന്റെ ആകാശത്ത് ഇബ്ലീസിന്റെ നെറ്റിക്കുത്താത്ത ഒരു സ്പേസ് ബാക്കിയില്ല. അത്രയും സുജൂദ് ചെയ്ത മനുഷ്യനാണ് ഇബ്ലീസ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മലായിക്കത്തിന് ദിവസം നടത്തിയ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിലെ MD ആയിരുന്നു ഇബ്ലീസ്. ശിഷ്യന്മാർ മലായിക്കത്താണ്. നിങ്ങൾ ആലോചിച്ച മനുഷ്യന്മാരല്ല, ജിബ്രീലിനെ പോലത്തെ ശിഷ്യന്മാർ. ജിബ്രീലൊക്കെ അവരുടെ ശിഷ്യന്മാർ. അവരുടെ ദിവസം തന്നെ ഏതാണ്ട് ദിവസമായിരിക്കും അത് പരിശോധനമായിട്ട് ആകാതെ മുത്തലിമീങ്ങളാണ്. ആകാതെ മുത്തലിമീങ്ങളാണ് അവിടെ ഇരിക്കുന്ന ആളുകൾ. അപ്പൊ അവർക്ക് ദർശനമെടുക്കുന്ന വലിയ മനുഷ്യൻ, അവർക്ക് ദർശനമെടുക്കുന്ന ഈ ഇബ്ലീസ് നിമിഷം അള്ളാഹു പഠിപ്പിക്കണം. അള്ളാഹു ആ മനുഷ്യന് തൗഫീഖ് കൊടുത്തില്ല. അത് ഇഖ്ലാസില്ലാന്ന് പറയുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോൾ അയാളുടെ ഉള്ളിലുള്ളത് അവസാനം പുറത്തു വന്നു. അള്ളാഹുവെ കാത്തിരക്ഷിക്കണേ റബ്ബേ. നിങ്ങൾ പറയും, നമ്മുടെ വിവാദത്തിന്റെ പിന്നിലൊക്കെ നമുക്ക് മുൻകാലങ്ങളില്ലേ പലതും ചിന്ത വരാറില്ലേ? ഈ ചിന്ത ഇംഗ്ലീഷിലുണ്ടായിരുന്നത് പുറത്തു വന്നു. അപ്പോഴേ ഇംഗ്ലീഷായി നമ്മൾ മനസ്സിലോട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരാതെ എടുത്ത് കളയാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ മനുഷ്യനായി. അത് പുറത്തു വന്നാൽ അന്ന് നമ്മൾ ഇംഗ്ലീഷാവും. അത് പുറത്തു വരുമില്ല നമുക്കറിയില്ല, പുറത്തു വരില്ല നമുക്കറിയില്ല, ഒരിക്കലും അറിയില്ല, മരിക്കുന്നവരെ അറിയില്ല. അതുകൊണ്ട്
അതുകൊണ്ടാണ് രണ്ട് കാലത്ത് സ്വർഗത്തിൽ വെച്ചാൽ ഒറ്റക്കാവെന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിലുണ്ടാവും പല ചിന്തകളുണ്ട്, പല വികാരങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഈ വികാരങ്ങൾ അത് വലുതായി നമ്മുടെ വലിപ്പമാക്കി കൊണ്ടുവന്നാൽ അതൊരു കാലത്ത് പുറത്തു വന്നാൽ അതുകൊണ്ട് നമ്മൾ പരാജയപ്പെട്ടു. അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ റബ്ബേ. മഹാനായ താബിഈയായ പ്രസിദ്ധനായ പണ്ഡിതൻ എത്രയോ സഹാബികളെ കണ്ടുമുട്ടി അവരിൽ നിന്ന് വിജ്ഞാനം നൽകുന്ന ഒരു മനുഷ്യൻ പറയാണ്, മാ അഖ്ലസ അബ്ദുൻ ഖത്തു 40 യൗമാ ഇല്ലാ ളഹറത് യനാബിയ ബിൽ ഹിക്മതി മിൻ ഖൽബിഹി അലാ ലിസാനി. ഒരു മനുഷ്യൻ 40 ദിവസം ഇഖ്ലാസോടെ ഇബാദത്ത് ചെയ്താൽ, 40 ദിവസം ഒരു മനുഷ്യൻ ഇഖ്ലാസോടെ ഇബാദത്ത് ചെയ്താൽ, എത്ര നമ്മൾ 40 കൊല്ലം ചെയ്യാൻ കഴിയും, 40 കൊല്ലം 40 ദിവസം ഒരു മനുഷ്യൻ ഇഖ്ലാസോടെ റബ്ബിനെ ഇബാദത്ത് ചെയ്താൽ, ഇല്ലാ ളഹറത് യനാബിയ ബിൽ ഹിക്മതി മിൻ ഖൽബിഹി അലാ ലിസാനി. ഹിക്മത്ത് അയാളുടെ ഹൃദയത്തിൽ നിന്ന് നാവിലൂടെ ഇങ്ങനെ സ്ഫുരിക്കാൻ തുടങ്ങും. ഹിക്മത്തുകൾ എന്താ? ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനം. ലുഖ്മാനുൽ ഹക്കീമിനെ കേട്ടിട്ടില്ലേ? ലുഖ്മാനുൽ ഹക്കീമിന്റെ പാൽക്കായ, ലുഖ്മാനുൽ ഹക്കീമിന്റെ മരുന്ന്, ലുഖ്മാനുൽ ഹക്കീമിന്റെ ഇന്നായ സാധനം റോഡ് സൈഡിൽ വിൽക്കണം. ആരാ വിൽക്കുന്നത്? രാമനും ഭൗമനും. എന്താ മഹത്വം? ലുഖ്മാനുൽ ഹക്കീം. ആരാ ലുഖ്മാനുൽ ഹക്കീം? സൂറത്തുൽ ലുഖ്മാൻ എന്ന് പറഞ്ഞ സൂറയിൽ ഖുർആനിൽ, ആ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മ. ലുഖ്മാന് ഹിക്മത്ത് കൊടുത്തത് ഞാനാണ്. ആ ഹിക്മത്ത് ഉള്ളത് കൊണ്ടാണ് ലുഖ്മാനുൽ ഹക്കീമായത്, ഹിക്മത്തുള്ള ആളായത്. ആ ലുഖ്മാനുൽ ഹക്കീമിന്റെ ഹിക്മത്തിന്റെ ഭാഗമാണ് താൻ പ്രവചിച്ച മരുന്നുകൾ, വൈദ്യശാസ്ത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ ഖൽബിൽ ഇഖ്ലാസിന്റെ ഹിക്മത്ത് കൊടുത്താൽ, ആ ഹിക്മത്ത് നാവിലൂടെ പുറത്തു വരാൻ തുടങ്ങിയാൽ പറയുന്നത് മുഴുവനും വാക്കുകൾ പൊന്നായി മാറും. പറയുന്നതൊക്കെ അപ്പം മരണമാകും. മഹാനായ CM പറഞ്ഞിട്ടില്ലേ, രോഗം വന്നാൽ അത് വേണ്ട, അങ്ങനെ വേണ്ടത് ആ ഓൻ ശരിയായിക്കൊണ്ട്, ഓൻ ഇല്ലാതായിക്കൊണ്ട്, ഓൻ റെഡിയോ എന്നൊക്കെ പറഞ്ഞാൽ അത് മാറ്റാൻ. കാരണം അത് ഖൽബിൽ നിന്ന് വരുന്ന ഹിക്മത്തിലാണ്, അറിവുകളാണ്, അല്ലാഹുവിന്റെ വാദത്തിൽ വരുന്ന. ഇതെപ്പോഴാ കിട്ടുക? ഒരു മനുഷ്യൻ 40 ദിവസം പണിയെടുത്താൽ മതി. എത്ര? 40 ദിവസം. ഇനി ഇത് കിട്ടാൻ വേണ്ടി പണിയെടുത്താൽ പോയി കിട്ടുമല്ലോ. കാരണം ഇത് കിട്ടാനല്ലേ പറയുന്നത്? മനസ്സിലാണ്ടോ പറയുന്നത്? നമ്മളെക്കാളൊക്കെ വലിയ വില്ലനായി വീഴ്ച ഇതൊക്കെ പഠിച്ചാളാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിൽ വേണ്ടതുപോലെ വേണ്ട സമയത്ത് തോന്നും. ഒരു മനുഷ്യനെ ഇങ്ങനെ വിവാഹം ചെയ്യുമ്പോൾ അവർക്ക് പല ചിന്തകളുണ്ട്. അപ്പോൾ ആ ചിന്തകളോടൊപ്പം ആ സാധനം നടത്തും. അങ്ങനെ ആ ചിന്തകളൊപ്പം മനസ്സിൽ ഇല്ലാണ്ടാവും. ഇല്ലാതാവുന്നവൻ്റെ മനസ്സിൽ തോന്നുന്നു ഇപ്പം ഞാൻ ശരിയായിട്ടുണ്ട്, ഇപ്പോൾ റെഡി കണ്ടോ, അപ്പോൾ കഴിച്ചു, അപ്പോൾ ഞാൻ റെഡിയായി തോന്നിയില്ല, അപ്പോൾ കഴിച്ചു. അപ്പോൾ ഓരോരുത്തരുടെയും മനസ്സിനോട് അനുയോജ്യമായ രീതിയിൽ അവർക്ക് കൊടുക്കേണ്ട മരുന്നിനെ പറ്റി വളരെ വിശദമായി അറിയുന്ന ആളാണ് ഇബ്ലീസുൽ ലഈൻ. ലഅഖുദന്നഹും സിറാത്തൽ മുസ്തഖീം. നിന്റെ പാലം വിട്ടു നടക്കാൻ ഞാൻ അവരെ വിടൂല. ദുനിയാവിലെ പാലം എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ മേലെ ഒരു പാലമുണ്ട്, നരകത്തിന്റെ മേലെ ഒരു പാലമുണ്ട്. ആ പാലത്തിലൂടെയാണ് സ്വർഗത്തിലേക്ക് പോകേണ്ടത്. ആ പാലത്തെ പറ്റിയാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞത്. ആ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന പാലം പോലെ ദുനിയാവിൽ ഒരു സിറാത്തുൽ മുസ്തഖീം ഉണ്ട്. ഏതാണ് സിറാത്തുൽ മുസ്തഖീം എന്നറിയുമോ? അത് ഇസ്ലാമാണ്. എന്താ സിറാത്തുൽ മുസ്തഖീമിന്റെ പ്രത്യേകത? അവിടുത്തെ പാലം പോലത്തെ പാലമാണിത്. അതിനേക്കാളും നിരത്തതാണിത്, അതിനേക്കാളും മൂർച്ചയുള്ളതാണിത്, അതിനേക്കാളും വഴിതെറ്റി പോകുന്നതാണ്, അതിനേക്കാളും കൊഴുപ്പുമുള്ളതാണിത്. എന്താണ് ഇസ്ലാമിൽ ഇത്ര കൊഴുപ്പുള്ളത്? എന്താ ഇസ്ലാമിൽ ഇത്ര കൊഴുത്തുള്ളത്? എന്താ ഇസ്ലാമിൽ ഇത്ര മൂർച്ചയുള്ളത്? എന്താ ഇസ്ലാം ഇത്ര നേർത്ത പോയത് എന്ന് ചിന്തിക്കുന്നില്ലേ മുസ്ലിമേ? ഇസ്ലാം എന്ന് പറയുന്നത് വളരെ നേർത്തതാണ്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് അത് തഖ്വയിലാണ്. ഈ തഖ്വ ജനങ്ങളെ ഒന്നും കൂടി ഉണർത്താനാണ് എല്ലാ വെള്ളിയാഴ്ചയും ആയിരക്കണക്കിന് ആളുകളെ 10,000-കണക്കിന് പള്ളികളിൽ ഒരുമിച്ച് കൂട്ടി. ഓരോ ദിവസത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം, വെള്ളിയാഴ്ചയുടെ നട്ടുച്ച ഭാഗം ജനങ്ങളെ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് ജനങ്ങളോട് ഖതീബ് പറയാണ്, ഓ ജനങ്ങളെ, നിങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടി
ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ് ഇബ്ലീസ്. ഇതിനോടുള്ള സമരസമാണ് നമ്മുടെ ജീവിതം. മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബികളുടെ ശിഷ്യനായ പ്രമുഖനായ മഖ്ബൂൽ റളിയല്ലാഹു അൻഹു പറയുന്നത്, 40 ദിവസം മനസ്സിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ അടക്കി പിടിച്ച് റബ്ബിന് വേണ്ടി അവന്റെ കൽബിനെ പിടിച്ചു നിർത്താൻ ഒരു മനുഷ്യൻ സാധിച്ചാൽ ഇല്ലാ ലഹറതഹു യനാബി ഹിക്മത്തിൻ ഖൽബിഹി അലാ ലിസാനി, ഹിക്മത്തിന്റെ ഉറവകൾ മനസ്സിൽ നാവിനോട് നിർഗണിക്കാൻ സ്ഫുരിച്ച് പുറത്തേക്ക് വരാൻ തുടങ്ങുന്നു. അല്ലാഹുവേ തൗഫീഖ് തരണേ റബ്ബേ, അല്ലാഹുവേ ഞങ്ങളെ ചേർക്കണേ റബ്ബേ. 40 പള്ളിഭാഗത്ത് ഞങ്ങൾ കിട്ടിയിട്ടില്ല, പക്ഷേ തരണം തമ്പുരാനെ. ബഹുമാനപ്പെട്ട സഹദ റളിയല്ലാഹു തആല ഒരു വിശദീകരണം പറയാം. ദുനിയാവിലെ മനുഷ്യൻ സാഹിറായ, എന്താ സാഹിറ എന്ന് പറഞ്ഞാൽ? ദുനിയാവിലെ മനുഷ്യൻ സാഹിറാവുക എന്ന് പറഞ്ഞാൽ എന്താ? നീ നിന്റെ മനസ്സിൽ ദുനിയാവിൽ ഇടം കൊടുക്കാതിരിക്കുക, അല്ലാഹുവിന് ഇടം കൊടുക്കുക. ദുനിയാവിൽ എന്ന് പറഞ്ഞാൽ പൈസ വേണ്ടാന്നും ഭക്ഷണം വേണ്ടാന്നല്ല പറഞ്ഞത്. നീ ചെയ്യുന്ന കാര്യം പഠിച്ചോന് വേണ്ടിയാണ്, പഠിച്ചോന് വേണ്ടി ചെയ്യുവാനൊന്നുമില്ല. പറയാൻ വളരെ എളുപ്പമാണ്, കാര്യം അങ്ങനെ തന്നെയാണ് വേണ്ടത്. പഠിച്ചോനെ സ്നേഹിക്കുന്നത് അതേ പഠിച്ചോനെ പഠിച്ചോനോട്ടില്ല ജാതിയത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷെ അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെയാണ്. ഉള്ളിന്റെ ഉള്ളിൽ നോക്കിയാൽ അങ്ങനെ തന്നെയല്ല. എന്തിനാ നിസ്കരിച്ചത്? അത് പൈസക്ക് ബന്ധപ്പെട്ടാണ്. എന്തിനാ നോക്കുന്നത്? ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ടിട്ടാണ്. അള്ളാഹുവിന്റെ ഭാഗത്ത് സഹായങ്ങളുടെ ഭാവന കിട്ടാൻ കണ്ടില്ലേ? പോയി ഒഴിഞ്ഞു, വിവാദത്തിന്റെ ലക്ഷ്യം ഒഴിഞ്ഞു. ഇതിനൊന്നുമല്ല, അള്ളാഹുവിന്റെ അടിമയാകാൻ, റബ്ബിന്റെ വിനയമുള്ള അടിമയാകാൻ വേണ്ടിയാണ്. ഇതൊക്കെ വിനയത്തിന് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ മുമ്പിൽ അടിമയാകാൻ. ഒരു മനുഷ്യൻ ദുനിയാവിലെ വില കാണാതെ മനുഷ്യൻ ദുനിയാവിൽ സാഹിറായാൽ, ബഹുമാനപ്പെട്ട സഹദ് തസദ്ദുഖി റളിയല്ലാഹു അൻഹു പറയാണ്, 40 ദിവസം ഒരു മനുഷ്യൻ സാഹിറായാൽ അവൻ സത്യസന്ധനായിട്ടാണെങ്കിൽ 41ാമത്തെ ദിവസം അവനിക്ക് കറാമത്തുണ്ടാകാൻ തുടങ്ങും. കറാമത്ത് കാലം പറഞ്ഞറിയോ? ചെറിയ ലോകെ കിതാബൊന്നുമില്ല. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, ഇമാം നവവി എന്ന് പറഞ്ഞാൽ അറിയോ? 46 കൊല്ലയുടെ ജീവിച്ചിട്ടുണ്ട് ഇമാം നവവി. ഇർഫാനിയ അറബി കോളേജിൽ പോയി നോക്കൂ നിങ്ങൾ, ജാമിഅ നബവിയിൽ പോയി നോക്കൂ നിങ്ങൾ, ലോകമാസകലമുള്ള ഇസ്ലാമിക കലാലയങ്ങളിൽ മുഴുവൻ പോയാൽ അവിടെയുള്ള അലമാരകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഏതാണ്ട് 1% ഈ ഒരൊറ്റ മനുഷ്യനിലേക്ക് വരുന്ന 46 വയസ്സേ ജീവിച്ചിട്ടുള്ളൂ. വായക്കടന്ന് ഉറങ്ങിയിട്ടില്ല, ഇരുന്നിടത്ത് ഉറങ്ങിപ്പോവും, ആ ഉറക്കം അവസാനിപ്പിക്കും. കല്യാണം കഴിച്ചിട്ടില്ല, ഒരു ഭാര്യസുഖം അറിഞ്ഞിട്ടില്ല, ഒരു നുറുക്ക് ഉറച്ചു കിട്ടാൻ കാലങ്ങളോളം കൊതിച്ച് കരഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള മനുഷ്യൻ രാത്രി ഉറങ്ങുമ്പോ, രാത്രി കിതാബ് എഴുതുമ്പോൾ വിളക്ക് കെട്ടുപോയാൽ ഉടനെ തന്നെ കൈവിരൽ പ്രകാശിക്കും. അങ്ങനെയുള്ള മനുഷ്യൻ, ആ മനുഷ്യൻ കുത്തുമായിരുന്നു. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ഒരു കാലത്ത് നേതാവായിരുന്നു. പക്ഷെ ആരും അറിഞ്ഞിട്ടില്ല, ആരോടും അത് പറഞ്ഞിട്ടില്ല. താൻ വഫാത്തായതിനു ശേഷം ശിഷ്യന്മാർക്ക് പലർക്കും സ്വപ്നം കാണിച്ചു കൊടുത്തതാണ്. കാരണം കുത്തുവൻ അദ്ദേഹം ഔലിയാക്കളുടെ ഒരു കാലത്ത് നേതാവായിരുന്നു എന്ന്. ആ മനുഷ്യന്റെ ഒരുപാട് ഔലിയാക്കളെ പറ്റി പറയുന്ന ഒന്നുകൊണ്ട് റിയാദുസ് സാലിഹീൻ അതിൽ ഒന്നാണ്. സാലിഹീങ്ങളുടെ പൂന്തോപ്പ് എന്നാണ് അതിനർത്ഥം. ബുസ്താനുൽ ആരിഫീൻ അതിൽ വേറെ ഒന്നാണ്. ഔലിയാക്കളുടെ പൂന്തോപ്പ് എന്നത് വേറൊരു വാക്യങ്ങളാണ്. ഔലിയാക്കളെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ ഇമാം തന്നെ പറയാണ്, എന്താ പറയുന്നത്? മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യൻ ഖാലിസൻ മിൻ ഖൽബിഹി 40 ദിവസം ഇഖ്ലാസോടെ പഠിച്ചു ഇല്ലാത്തിയാൽ 41ാമത്തെ ദിവസം കറാമത്ത് ഉണ്ടാകും. കറാമത്ത് ഉണ്ടാകും. അല്ലാഹുവേ നീ തൗഫീഖ് തരണേ റബ്ബേ. കറാമത്ത് ഉണ്ടാകുന്നില്ല, അല്ലാഹുവിന്റെ മുഖ്ലിസായി അടിമയാകാൻ. 40 കൊല്ലം ഇബാദത്ത് ചെയ്തിട്ടും ഒരു കറാമത്തും അവർക്ക് വഴിപ്പെടുന്നില്ലെങ്കിൽ അവൻ മനസ്സിലാക്കണം, അവന്റെ സുഹൃത്ത് എന്ന് പറയുന്നത്, അവന്റെ ഇഖ്ലാസ് എന്ന് പറയുന്നത് ശരിയായിട്ടില്ല. ശരിയാകാത്തതുകൊണ്ടാണിത്. മഹാനായ സഹദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ കൂടെ നിൽക്കുന്ന ആളുകൾ സഹദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, സഹദ് തങ്ങളെ എങ്ങനെയാണ് ഈ കറാമത്ത് ഒഴിവാകുക? കറാമത്ത് ഒഴിവാകുന്നതിന് മുമ്പ് എങ്ങനെയാണ് കറാമ? ഖാല സഹദ് റളിയല്ലാഹു അൻഹു പറയാണ്, യഖുദു മാ യശാഉ കമാ യശാഉ മിൻ ഹൈസു യശാഉ. എന്ത് ഉദ്ദേശിച്ചാലും, എവിടെ നിന്ന് ഉദ്ദേശിച്ചാലും,
എപ്പോഴും അവിടെ നിൽക്കാൻ ആ മനുഷ്യന് കഴിയും. അങ്ങനെയുള്ള കഴിവുകൾ കൈകാലുകളിൽ അവയവങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തുറന്നു കൊടുക്കുമെന്ന് മഹാനായ സഹദ് റളിയല്ലാഹു അൻഹു പറയാം. ഇതാണ് യഥാർത്ഥത്തിൽ ഇഖ്ലാസ് എന്ന് പറയുന്നത്. ഈ ഇഖ്ലാസ് ഒരു മനുഷ്യന്റെ നിസ്കാരത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയാതെ പറയുന്നതാണ് ഈ ഉമ്മത്തിന്റെ മിഅ്റാജ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അല്ലാഹു തുറന്നു വെച്ചതാണ് ഈ മിഅ്റാജ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയാം. ഇതിൽ നോക്കൂ, മഹാനായ ഖാദി ശുറഹ്ബി താബിഈ റളിയല്ലാഹു അൻഹു, ബഹുമാനായ താബിഈയായ പണ്ഡിതൻ ശുറഹ്ബി റളിയല്ലാഹു അൻഹു മുമ്പ് എന്ത് അങ്ങാടിയിൽ നിന്ന് വാങ്ങിയാലും സാധനങ്ങൾ വാങ്ങിയാലും ആര് ചോദിച്ചാൽ എടുത്തോളൂ. ആര് ചോദിച്ചാലും അവർക്ക് എന്തെങ്കിലും കൊടുക്കും. നമ്മൾ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വിച്ചാരണത്തിന് വേണ്ടി ഒരു കുട്ടി വന്ന് പെയിൻവേണ്ടി നമ്മൾ പക്ഷേ ഒരു ഉപ്പ് എടുത്ത് കൊടുക്കും, അല്ലെങ്കിൽ കൊടുക്കൂല, അല്ലെങ്കിൽ ചിരിക്കുമോ, അല്ലെങ്കിൽ ചിലപ്പോൾ പറയും നിയമം പറയും എവിടെ നിന്നാണ് വന്നത്, നിന്നെ ആരെയും വിട്ടത് ഇല്ലേ. വിശാഖത്തൊക്കെ അസോസിയേഷൻ ഉണ്ട്, അതൊക്കെ നമുക്ക് തിരിച്ചറിവുണ്ട്. അവർ അതുകൊണ്ട് പോകുന്നത് പ്രശ്നക്കാരത്ത് നോക്കും. എന്നാൽ ഈ 1 രൂപ കൊടുക്കുന്നതിന് പകരം 1 രൂപയിൽ മിഠായി വാങ്ങിച്ചു കൊടുത്തപ്പോൾ കുട്ടിക്ക് എന്തൊരു സന്തോഷമായിരുന്നു. ആരും വിട്ടാലും ഈ കാശ് കുട്ടിക്ക് കിട്ടില്ല ഉറപ്പാ. പക്ഷെ ആ കുട്ടിക്ക് കിട്ടുന്ന ഒരു കാര്യമില്ല, ആ മിഠായി വാങ്ങിച്ചത് എത്തുന്നു ഇല്ലേ. അതിന് അസോസിയേഷൻ ഒന്നും വാങ്ങില്ല. ഒരു ഓറഞ്ച് വാങ്ങിയ കുട്ടിയുടെ കയ്യിൽ കൊടുത്തോമ്പോ ആദ്യയോടെ ആ കുട്ടി അത് തൊഴിച്ചു നിന്നു. മഹാനായ ഖാദി ശുറഹ്ബി റളിയല്ലാഹു അൻഹു എന്ത് സാധനം വീടിൽ നിന്ന് വാങ്ങിയാലും കടയിൽ നിന്ന് വാങ്ങിയാലും ആളുകൾ കൈനീട്ടേ വേഗം കൊടുക്കും. കൈനീട്ടിയില്ലെങ്കിലും ആരെങ്കിലും കണ്ടു വേഗം എടുത്ത് കൊടുത്തിട്ടേ വീട്ടിൽ പോകുള്ളൂ. അങ്ങനെ വീട്ടിൽ പോയി സാധനം തുറന്നു നോക്കിയാൽ അത് പൂർണ്ണമായി ഒന്നും കുറയാതെ ഉണ്ടാവുകയും ചെയ്യും. പൂർണ്ണമായി കുറയാതെ ഒന്നും കുറഞ്ഞിട്ടുണ്ടാവില്ല. ഒരു 10 നാരങ്ങ വാങ്ങിയാൽ 2 നാരങ്ങ കൊടുത്ത് ബാക്കി 8 ഉണ്ടാവുള്ളൂ. പക്ഷെ വീട്ടിൽ പോയി നോക്കിയാൽ 10 ഉണ്ടാവും. ഖാദി ശുറഹ്ബിയിൽ തന്റെ മക്കളോട് പറഞ്ഞ മക്കളെ ഇതൊന്നും ചെയ്യൂടെ, രാവിലെ കച്ചവടമല്ലേ കൊടുത്തു എന്ന് കൊല്ലതൊന്നുമില്ല. ബഹുമാനപ്പെട്ട ശുറഹ്ബിയിൽ തങ്ങളുടെ മക്കൾ പറഞ്ഞ ബാപ്പ അങ്ങനെ വീട്ടിൽ വന്നാൽ 10 ഉണ്ടാവും, ഞങ്ങൾ കൊടുക്കുന്നു. വീട്ടിൽ വന്നാൽ 10 ഉണ്ടാവും ഉറപ്പാണെന്ന് നമ്മൾ കൊടുക്കില്ല. കൊടുത്തൂടെ ഉറപ്പായിട്ട് കൊടുക്കാം. ലാഭമാണ്, നഷ്ടമൊന്നുമില്ല. ഖാദി ശുറഹ്ബിയിൽ തന്നെ പറഞ്ഞു തന്നെ അങ്ങനെ കൃത്യമായി കുറയാതെ ഉണ്ടാവുമെങ്കിലേ കൊടുക്കുമെന്ന് പറഞ്ഞ ശർത്ത് പറയാൻ പറ്റില്ല. ശർത്ത് തന്നെ ഉണ്ടാവും. മനസ്സിലായിട്ടോ? അപ്പൊ നമ്മളൊക്കെ കൊടുക്കുന്നില്ലെങ്കിൽ അങ്ങനെ കിട്ടാൻ വേണ്ടി കൊടുക്കുക. ബഹുമാനപ്പെട്ട ശുറഹ്ബിയിൽ തന്നെ അതിനെല്ലാം കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഇഖ്ലാസ് എന്നതിന്റെ ചെറിയ രൂപങ്ങളാണ്. ഇഖ്ലാസ് എന്നതിന്റെ ചെറിയ രൂപങ്ങളാണ്. ഈ ഇഖ്ലാസ് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഖൽബിൽ വന്നാൽ അവർക്ക് അതിന്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തി കൊടുക്കും. അവർക്ക് ഹദീസിന്റെ മഅന മനസ്സിലാവും. എന്താണ് പറഞ്ഞതെന്ന് ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയും. ഈ ഇഖ്ലാസ് ശരിക്കും ഇല്ലാത്ത ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ ഒരാൾക്കും ഒരു ഹദീസ് കൊണ്ട് മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിലൊരു സംശയം വരും. മനസ്സിലാണ്ട് വേണം എന്താ അങ്ങനെയൊക്കെ പറഞ്ഞത്, അങ്ങനെയൊക്കെ ഉണ്ടാവോ എന്ന് സംശയം വരുന്നത് ഖൽബിന്റെ കുറവാണ്. നിങ്ങൾ കേട്ടു നോക്കൂ, മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? നിങ്ങളെ രാത്രി ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റാൽ എന്താ നിങ്ങൾ ചെയ്യുന്നത്? കൈ കൊണ്ടുപോയി ഹൗദിൽ മുക്കരുത്, കൈ കൊണ്ടുപോയി പാത്രത്തിൽ മുക്കരുത്, കൈ കൊണ്ടുപോയി എവിടെയും മുക്കരുത്. കൈ ആദ്യം പുറത്തേക്ക് വെള്ളം ഒഴിച്ച് ശരിക്കും കഴുകണം. എന്തുകൊണ്ട്? ഉറക്കത്തിൽ അവന്റെ കൈ എവിടെയൊക്കെയാ പോയതെന്ന് അവൻ അറിയില്ലല്ലോ. പല മോശപ്പെട്ട സ്ഥലത്തും അത് കടന്നു ചെല്ലാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കൈ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കരുത്. കണ്ടോ? ഈ ഹദീസിന് വേറൊരു പാഠം കൂടിയുണ്ട്. എന്താണെന്നറിയോ? നമുക്ക് ഉറപ്പാണ് കൈ മോശപ്പെട്ട സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, അങ്ങനത്തെ കൈ എന്തായാലും പാത്രത്തിൽ മുക്കരുത് എന്ന് ഉറപ്പായി കിട്ടിയല്ലോ. നമുക്ക് ഉറപ്പാണ് നമ്മുടെ കൈ മോശപ്പെട്ട സ്ഥലത്താണ് വെച്ചത്. എന്നാൽ ആ കൈ കൊണ്ടുപോയിട്ട് ഒരിക്കലും പാത്രത്തിൽ മുക്കരുത്. വേഗം മനസ്സിലാക്കാൻ ഞാൻ ഉദാഹരണം പറയാം. ഒരു സ്പൂണ് ഞാനിങ്ങനെ അവില് കോരി തിന്നുകൊണ്ടിരിക്കവേ ഒരു സ്പൂണ് അത് കക്കൂസിന്റെ ക്ലോസറ്റിൽ വീണുപോയി. അവിടെ കാഷ്ടൊക്കെ വന്നിരുന്ന സ്ഥലം അതെങ്ങനെയൊക്കെയോ കൈയിട്ട് എടുക്കാനൊക്കെ വഴിയിലേക്ക് വീണു. വൃത്തിയാണ്. ഇനി ഇങ്ങനെ എന്താ ചെയ്യാൻ ചോദിക്കണേ? ഇങ്ങനെ വൃത്തിയാണ്. ഇനി ആ സ്പൂണ് വേണോ വേണ്ടേ? വേണ്ടേ? കൈ എടുത്തൂടെ? സോപ്പിട്ടിട്ട് എടുത്തൂടെ? സോപ്പിട്ടിട്ട് എടുത്തൊക്കെ ചെയ്യാം. എന്നാലും ഈ അതിൽ നിന്നിട്ട് വായിൽ വെക്കണ്ടേ? എന്തിനെ ഈ സ്പൂണിനെ? എന്നാൽ എന്താ സ്പൂണിന്റെ പ്രശ്നം? അത് ക്ലോസറ്റ് തൊട്ടിട്ടുണ്ട്. ക്ലോസറ്റ് എന്താ പ്രശ്നം? കാഷ്ടം തൊട്ടിട്ടുണ്ട്. എന്നാൽ ഈ കൈ കാഷ്ടം വൃത്തിയാക്കണമെങ്കിൽ കൈ തൊടൂലേ? മനസ്സിലാക്കുന്നുണ്ടോ? കാഷ്ടം വൃത്തിയാക്കാൻ നമ്മുടെ കൈ തൊടുന്നത്. എന്നാൽ ഈ കൈ വേണ്ടാന്ന് കരുതി ആരും വെട്ടിക്കഴിയുന്നില്ല. അത് വൃത്തിയാക്കി സോപ്പ് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. എന്താ കാരണം? അത് മോശപ്പെട്ട സ്ഥലത്ത് തൊട്ടിട്ടുണ്ട് എന്നതാണ്. എന്നാൽ
പരിഹസിച്ചു. പരിഹാസം വരും. എന്താ രാത്രി നമ്മുടെ കൈയുടെ പോലെ പറയില്ലേ? അയാൾ പറഞ്ഞാൽ മതി, എന്റെ കൈ എന്താ പ്രവർത്തിച്ച് ഓർത്തത് നിനക്കറിയാം എന്ന ഒരു മനുഷ്യൻ അതിനെ പരിഹസിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ഒരു മനുഷ്യൻ പറഞ്ഞുപോയി. നമ്മൾ പറയുന്നില്ലെങ്കിലും അതിന്റെ യഥാർത്ഥ അന്തസത്ത ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു മനുഷ്യൻ, ഇഖ്ലാസ് ഇല്ലാത്തൊരു മനുഷ്യന്റെ മനസ്സിൽ വരും. കൈയില്ലാത്ത എവിടെയൊക്കെ പോവുക നമുക്കറിയില്ലേ? എവിടെ പോയാലും വെറുതെ മനസ്സിൽ തോന്നിപ്പോകും. ഈ മനുഷ്യനത് പറഞ്ഞു തന്ന് രാത്രി ആ മനുഷ്യൻ കിടന്നുപോയി. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കൈ മുഴുവനും അദ്ദേഹത്തിന്റെ മലദ്വാരത്തിലേക്ക് വളർന്നു കഴിഞ്ഞു. ഇത് എവിടെയാണെന്നറിയോ? വളരെ പ്രസിദ്ധമായ ഹദീസാണ്. വളരെ പ്രസിദ്ധമായ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ കൊടുത്ത ഒരു ശിക്ഷയാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ പരിഹസിച്ചതാണ്. എന്താണ് പരിഹസിക്കാൻ കാരണം? ആ മനുഷ്യനത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്താ ഉൾക്കൊള്ളാൻ കഴിയാത്തത്? ഉൾക്കൊള്ളാൻ കഴിയാത്തതിന്റെ കാരണം എന്താ അറിയോ? യഥാർത്ഥത്തിൽ ആ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസ് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഖൽബിനെ അല്ലാഹു തുറക്കാൻ കഴിഞ്ഞില്ല. ഖൽബിനെ അല്ലാഹു തുറന്നു കൊടുത്ത മനുഷ്യന് എന്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് ബാബുകളും തുറന്നു, ഏത് വിഷയങ്ങളും. മഹാനായ അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഖൗൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അബൂ മുസ്ലിം ഖൗലാനി എന്ന പേരിൽ അറിയപ്പെടുന്നത് വലിയ മഹാനാണ്. ഈ ഉമ്മത്ത് കണ്ട വലിയ മഹാനാണ്. റളിയല്ലാഹു തആല അൻഹു സഹാബിയൊന്നുമല്ല, താബിയായിരുന്നു. യമനിലാണ് താമസിക്കുന്നത്. മദീനയിലേക്ക് നബിയെ കാണാൻ പോയപ്പോഴത്തേക്ക് നബി വഫാത്തായി പോയിട്ടുണ്ട്. അബൂ മുസ്ലിം ഖൗലാനി വീട്ടിലേക്ക് വന്നപ്പോൾ ഭാര്യ പറഞ്ഞു, ഭർത്താവേ, ഇവിടെ ഒന്നും സാധനങ്ങളില്ലല്ലോ, ഭക്ഷണം ഉണ്ടാക്കാൻ സാമഗ്രികളൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങളുടെ തന്നെ ഗോതമ്പ് വാങ്ങിക്കൊണ്ടാണെന്ന് പറഞ്ഞു. അബൂ മുസ്ലിം ഖൗലാനി കീശയിൽ നോക്കി, ഒന്നുമില്ല. പോക്കറ്റൊക്കെ തുറന്നു നോക്കി, ഒന്നും കാണുന്നില്ല. പൈസ ഇല്ലല്ലോ. ഭാര്യയോട് ചോദിച്ചു, എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ട്. എന്താ ഉണ്ടെന്നറിയോ? ഞാൻ നാളേക്ക് 100 വാങ്ങാൻ വേണ്ടി വെച്ചാൽ കുറച്ച് പൈസ ഉണ്ട്. അത് വാങ്ങിയിട്ട് അത് നെയ്ത് വിൽക്കലാ പണി. അപ്പൊ 100 നാളേക്കുള്ള നെയ്യുണ്ട്, 100 വാങ്ങാൻ വേണ്ടി വെച്ച പൈസ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ഗോതമ്പ് പണി വാങ്ങി വരും, നമുക്കത് പൊടിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കാലോ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു തആലയുടെ കയ്യിലേക്ക് അത് കൊടുത്തു. അത് വാങ്ങാൻ അദ്ദേഹം ഒരു പീടികയിൽ പോയിട്ട് ഗോതമ്പിൽ നോക്കുമ്പോൾ തന്നെ ഒരു ആൾ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടി വന്നു. യാതൊരു അതിലേക്ക് തരും, അതിലേക്ക് തരുമെന്നാണ് ബഹുമാനപ്പെട്ട അബൂ മുസ്ലിം ഖൗലാനി കൊടുത്തില്ല. അയാൾ പിടിച്ചതിനകത്ത് നോക്കിയപ്പോൾ അദ്ദേഹം ഓടി അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരുപാട് ഓടി വേറെ പീടികയിൽ ചെന്നു. ആ പീടികയിൽ ചെന്നിട്ട് വാങ്ങാൻ നോക്കുമ്പോൾ വേറെ ആ യാതൊരു പിന്നാലെ വന്നിട്ട് അത് തരണമെന്ന് അവിടെ നിന്ന് ഓടി. അങ്ങനെ ഓടി അവസാനം രക്ഷയില്ലാതെ കഴിഞ്ഞപ്പോൾ ആ ഗോതമ്പ് ആ മനുഷ്യന് കൊടുത്തു. ഗോതമ്പ് ഇനിയിപ്പോൾ എന്താ ചെയ്യാ? വീട്ടിലേക്ക് ഗോതമ്പ് കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുവന്ന പാത്രം അദ്ദേഹത്തിന്റെ ചാക്കിൽ അദ്ദേഹം കുറെ മണ്ണ് വാരി. എന്താ ചെയ്യാ? വീട്ടിൽ പോകണ്ടേ? അങ്ങനെ മണ്ണ് വാരിയിട്ട് വീട്ടിലേക്ക് അദ്ദേഹം പോയി. വീട്ടിലെത്തിയിട്ട് അദ്ദേഹത്തിന് ഭാര്യയുടെ പേടി. കാരണം പെണ്ണുങ്ങൾ ചീത്ത കേൾക്കുമല്ലോ അല്ലേ? അതേ ഉള്ളൂ, വൈകുന്നേരം ചീത്ത കേൾക്കും. പ്രത്യേകിച്ച് വടക്കേ മലബാറുകാർ ഭാര്യ വീട്ടിൽ കൊടുക്കുന്ന ഒരാളുണ്ട്. അതിന് തൊട്ടപ്പുറത്തെ വീടെടുക്കും. കീശയിൽ കാശൊക്കെ പോയി ഷുഗർ പ്രശ്നമൊക്കെ വരുമ്പോഴത്തേക്ക് മക്കൾക്ക് വീട്ടിലായി ചാറായിട്ടുണ്ടാവും. മാപ്പിളക്ക് ജോലിയൊന്നും ഇല്ലാണ്ടെടുക്കും. പിന്നെ ഭാര്യ മക്കളും കൂടി ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അടികൊടുക്കാൻ തുടങ്ങും. ഈ അവസ്ഥ സ്വാഭാവികമാണ്. മഹാനായ അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെന്നപ്പോൾ ഭാര്യയെ പഠിച്ചിട്ട് അദ്ദേഹം ചെയ്യുന്നറിയോ? വാതിൽ പൊട്ടി ഭാര്യ പുറത്തു വരുന്നതിന് മുമ്പ് ഈ ചാക്കും മണ്ണും അവിടെ വലിച്ചെറിഞ്ഞ് ഓടി. അബൂ മുസ്ലിം ഖൗലാനി വേഗം തിരക്കിട്ട് പറഞ്ഞ് അവിടെ സ്ഥലം വിട്ടുകളഞ്ഞു. ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയാണ്, അബൂ മുസ്ലിം ഖൗലാനി താബിയായ എത്രയോ സഹാബികളെ കണ്ടുമുട്ടുകയും സഹാബികളുടെ അടുത്ത് ചെയ്ത മനുഷ്യൻ. അദ്ദേഹം സഹാബി ആകേണ്ടതായിരുന്നു. പക്ഷേ നബിയുടെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്ക് നബി വഫാത്തായി പോയി. യമനിൽ ഒരുപാട് അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഉണ്ടായിട്ടുണ്ട്. ആ ഔലിയാക്കൾക്കൊന്നും അധികം ആളുകൾക്ക് റസൂലുള്ളാഹിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല. വരുമ്പോഴത്തേക്ക് വഫാത്തായി പോയി. അതിൽപ്പെട്ട മഹാനാണ് അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു അൻഹു. ഉവൈസ് റളിയല്ലാഹു അൻഹു. മഹാനായ അബൂ മുസ്ലിം ഖൗലാനി വേഗം ചാക്കോടിട്ടൊരു വണ്ടി വന്നു. ഭാര്യ വന്നു, അതെടുത്ത് കൊണ്ടുപോയി. നല്ല ഗോതമ്പാണ്, നല്ല ഗോതമ്പായി മാറിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു. മഹാനായ അബൂ മുസ്ലിം ഖൗലാനിയുടെ ഭാര്യ അത് വെള്ളത്തിലിട്ടു.
അത് അരച്ചു, അത് പിടിച്ചു, നല്ല പത്തിരി ഉണ്ടാക്കി. അബൂ മുസ്ലിം ഖൗലാനി വൈകുന്നേരം വന്നു, വേഗം പത്തിരി ഇറച്ചി മുമ്പിൽ കൊണ്ടെടുത്തു. ഇതെന്താണ് പത്തിരി? അത് ഏത് ഗോതമ്പ്? നിങ്ങൾ നേരത്തെ കൊണ്ടുവന്ന ഗോതമ്പ് കൊണ്ട്, നിങ്ങൾ നേരത്തെ വാങ്ങിക്കൊണ്ടുവന്ന ഗോതമ്പ് കൊണ്ട് ഞാൻ പത്തിരി ചുട്ടതാണ്, നല്ല രസമുള്ള പത്തിരി. അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു അൻഹു തന്റെ മുമ്പിൽ വെച്ചു. ഫജഅല യഅകുലു വയബ്കീ. അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് അത് ഭക്ഷിച്ചു എന്നാണ്. ഫജഅല യഅകുലു വഹുവ യബ്കീ. കരഞ്ഞുകൊണ്ട് അത് തിന്നു. വല്ലാത്ത രജബ്, വല്ലാത്ത രജബ്. എന്താ കാരണം അറിയോ? അബൂ മുസ്ലിം ഖൗലാനിയുടെ ദാനമാണ്. അബൂ മുസ്ലിം ഖൗലാനിയെ ഒരു മനുഷ്യൻ യാതന കൊണ്ട് നീട്ടി. അദ്ദേഹത്തെ കൊടുക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ വീട്ടിൽ ഭാര്യയോടൊന്നും പറയണ്ടേ. അവള് നെയ്യാൻ വേണ്ടി വെച്ച നൂലിന്റെ പൈസ വാങ്ങിയിട്ടാണ് എനിക്ക് തന്നിരിക്കുന്നത് പൊടിവാങ്ങാൻ. ഞാൻ എന്നെ കൊടുക്കാനാണ്, പക്ഷെ കൊടുക്കാതിരിക്കാൻ കഴിയുന്നില്ല. രണ്ടാമത് എന്നെ കൊടുക്കാനാണ്, എന്നെ കൊടുക്കാതിരിക്കാനാണ്. മൂന്നാമത് ബഹുമാനപ്പെട്ട അബൂ മുസ്ലിം ഖൗലാനി കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല മന്നി ഓർമ്മയാക്കിയിരിക്കും. എന്താ കാരണം? ഹിക്മത്താണ്. അതിനാണ് ഹിക്മത്ത് എന്ന് പറയുക. ഈ ഹിക്മത്ത് കുറച്ചത് ഇഖ്ലാസിൽ നിന്നാണ്. അല്ലാഹുവേ, അഖ്ലിസ്നായ അല്ലാഹ്, ഇഖ്ലാസ് തരണേ തമ്പുരാനെ, ഇഖ്ലാസ് തരണേ തമ്പുരാനെ. ഹുമുൽ റിജാലു ബലാ ഹുമുൽ ജിബാലു ബലാ കത്തഹിരി ഫീ ഹിമ്മത്തിൻ ബൽ സാദത്തുൽ കുബറാ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇത്തരം അത്ഭുതങ്ങൾ കാണിച്ച ഒരു സഹാബികൾ മാത്രമാണെന്ന്. ഒരു പക്ഷേ സഹാബികൾ കാണിച്ചത് വേറെ അത്ഭുതങ്ങൾ മഹാന്മാരായ നമ്മുടെ താബീങ്ങൾ, താബീങ്ങൾ കാട്ടിയിട്ടുണ്ട്. മഹാനായ അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു അൻഹു റോമിന്റെ ഭരണത്തിന് കീഴിലെ വാലിയായിരുന്നു, ഭരണാധികാരിയുടെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, ഗവർണറായിരുന്നു. തന്റെ ആളുകളോടൊപ്പം മഹാനായ അബൂ മുസ്ലിം ഖൗലാനി ഇറാഖിലെ ദിജിലയുടെ പരിസരത്ത് കൂടി കടന്നുപോയപ്പോ ദിജില മുറിച്ചു കിടക്കാൻ വേണ്ടി നോക്കുമ്പോ അവിടുത്തെ അവിടുത്തെ മരങ്ങളെല്ലാം, തടികളെല്ലാം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ തോണിയും ബോട്ടും കടന്നുകൊണ്ട വാഹനങ്ങളൊക്കെ എല്ലാം പോയിട്ടുണ്ട്. എങ്ങനെ പറ്റുന്നറിയോ? ദിജിലയുടെ വെള്ളം അതിശക്തമായി അടിച്ചു വീശിയിട്ട് മരങ്ങളൊക്കെ പൊട്ടി പൊളിഞ്ഞു പോയത്. ഒറ്റ ബോട്ടും തോണിയൊന്നുമില്ല. അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു അൻഹു ഇറങ്ങി വെള്ളത്തിൽ ദിജിലയിലേക്ക്, യൂഫ്രട്ടീസ് നദിയിലേക്ക് കാലെടുത്ത് വെച്ച് ഇറങ്ങി. എല്ലാവരോടും ഇറങ്ങാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും വേഗം കൊണ്ടുവന്നേ പറയണം, ആരെങ്കിലും വസ്തുക്കൾ നഷ്ടപ്പെട്ടു വന്നേ പറയണം. ഞാൻ ചോദിച്ചുതരാം. ആരെങ്കിലും വീണോ 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 ഒന്നോ 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 പറഞ്ഞ് ആളുകളെ തിരിച്ചുകൊണ്ട് ദിജിലയുടെ മുകൾ പരപ്പിലൂടെ കാലിന്റെ വിരലുകൾ പോലും വെള്ളം നനയാതെ പക്ഷിരാല പറവകൾ അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുന്നത് പോലെ കടന്നുപോയി മഹാനായ അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു തആല അൻഹു. ആലോചിച്ച് നോക്കുന്നത് അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്താണ് ഇതിന് വളരെ അഖ്ലസു ഖുലൂബഹും ലില്ലാഹ്, അവരുടെ ഖൽബിനെ അല്ലാഹുവിന് വേണ്ടി തുറന്നു. മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു തങ്ങളെ പറയാം, അബൂ മുസ്ലിം ഖൗലാനി എങ്ങനെയും മരിക്കുന്നു അറിയാം, മഹാനായ വഫാത്താണെന്ന് പറയാം. മഹാനായ മുആവിയ റളിയല്ലാഹു തആലയുടെ ഭരണകാലം ഏതാ? മുആവിയത്തിന്റെ ഭരണം 4 ഖലീഫമാരുടെ ഭരണം കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ മഹാനായ മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു തആല ഭരിക്കുന്ന കാലം. അന്ന് ജനങ്ങൾക്ക് വറുതി വന്നു, വെള്ളമില്ല, മഴയില്ല, കൃഷികളെല്ലാം നശിച്ചുപോയി. ഭക്ഷണം കിട്ടാതെ ജനങ്ങൾ ബുദ്ധിമുട്ടിയപ്പോ, വെള്ളം കിട്ടാതെ വന്നപ്പോ മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു വന്നു. ആരുടെത്തേക്കാണ് വന്നത്? അബൂ മുസ്ലിം ഖൗലാനി തങ്ങളടുത്തേക്കാണ്. മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം, ഇവിടെ ജാടയില്ല, ഇവിടെ കുപ്പായത്തിന്റെ വലിപ്പമില്ല, ഇവിടെ അധികാരത്തിന്റെ സോപാനമില്ല. അഖ്ലസൂ ഖൽബഹും ലില്ലാഹ്, ഖൽബ് അല്ലാഹുവിന് വേണ്ടി തുറന്ന ഒരു അടിമയെ അല്ലാഹു വലിപ്പപ്പെടുത്തുന്ന രംഗം നോക്കൂ നിങ്ങൾ. അബൂ മുസ്ലിം ഖൗലാനി തങ്ങളടുത്തേക്ക് ആ കാലഘട്ടത്തിന്റെ മുസ്ലിം ലോകത്തിന്റെ ഭരണാധികാരി മഹാനായ സഹാബി വര്യൻ, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട പ്രിയപ്പെട്ട സഹാബി സയ്യിദുനാ മുആവിയ റളിയല്ലാഹു തആല അൻഹു അബൂ മുസ്ലിം ഖൗലാനി തങ്ങളടുത്തേക്ക് വന്നിട്ട് പറയാണ്, തങ്ങളെ വെള്ളയില്ല, തങ്ങളെ ഒന്ന് ദുആ ചെയ്തു തരൂ തങ്ങളെ. ആരോടാ പറയുന്നത്?
അത് നിലത്ത് ഇറക്കി വെച്ചു. തന്റെ കുപ്പായ മാറ്റി ഒരു സാധാരണക്കാരനായി ഇറങ്ങി നിന്നു. മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഒരു ദുആ ചെയ്തു. അല്ലാഹുവേ വഖദ് ജീതു ഇലൈക ബിൽനൂബി ഫലാ തുഖയ്യിബ്നി ഇന്നക ലീ ഖൈർ. പടച്ചവനെ ദോഷമായിട്ടാണ് പാവപ്പെട്ട അബൂ മുസ്ലിം വന്നിട്ടുള്ളത്, എന്നാൽ നീ നിരാശപ്പെടുത്തല്ലേ തമ്പുരാനെ. മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി ദുആ ചെയ്ത സന്ദർഭത്തിൽ കൈ താഴ്ത്തുന്നതിന് മുമ്പ് മഴ പെയ്തു. ആളുകളൊക്കെ ഞെട്ടിപ്പോയി. പഠിച്ചോ, എന്തൊരു മനുഷ്യനാണിത്? സഹാബികളൊക്കെ അത്ഭുതപ്പെട്ടു, എന്തൊരു മനുഷ്യനാണിത്? ഇതാരാണ് ഈ മനുഷ്യൻ? സഹാബിയല്ല. അബൂ മുസ്ലിം അൽ ഖൗലാനി രണ്ടാമത് പഠിച്ചോനിലേക്ക് കൈ നിർത്തി, പഠിച്ചോനെ എന്നെ എന്നോട് ജീവിപ്പിക്കരുത്, എന്നോട് ജീവിപ്പിക്കരുത്, എന്നെ ജനങ്ങൾ ജീവിക്കാൻ വിടുക, ജനങ്ങളെ ബഹുമാനിക്കും, പഠിച്ചോനെ എന്നെ ഇവിടെ ജീവിപ്പിക്കരുത്. നമ്മളൊക്കെ കൊടുക്കുകയല്ലോ. കബൂലിയത്ത് കിട്ടിപ്പോയി. ആളുകൾ വന്നുപോയി, ലൈൻ നിൽക്കുകയാണ്, ഭയങ്കര ക്യൂ ആണ്. ആളുകൾ ഒന്ന് വേർത്തിക്കാൻ, ഒന്ന് മന്ദിരിപ്പിക്കാൻ, ഒന്ന് വെള്ളമന്ദിരിക്കാൻ നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു അതൊന്ന് തുറന്നപ്പോൾ ഉടൻ പഠിച്ചോനെ ആ കൈ കൊണ്ട്, ആ വായ കൊണ്ട് മഴ തരാൻ വേണ്ടി പഠിച്ചവരോട് പറഞ്ഞ അതേ വായ കൊണ്ട് മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി അല്ലാഹുവോട് പറയാൻ, പഠിച്ചോനെ എന്നിട്ട് ജീവിക്കണ്ട, ജനങ്ങളൊക്കെ എന്നെ പുതിയൂരെ, ജനങ്ങൾ എന്റെ പിന്നാലെ കൂടെ എനിക്ക് സമാധാനം ഉണ്ടാവില്ലല്ലോ, എനിക്കിവിടെ വേണ്ട തമ്പുരാനെ. മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്കായിരുന്നു. അപ്പ തന്നെ വകാന ദാലിക യൗമൽ ഖമീസ്, ബഹുമാനപ്പെട്ട അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു വ്യാഴാഴ്ച എന്ന് പറയുന്നത് അന്ന് വൈകുന്നേരം ബഹുമാനപ്പെട്ടവരെ വഫാത്തായി പോയി. ഇലാ റഹ്മത്തില്ലാഹ്. മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു എന്ത് അത്ഭുതമാണ് ആ മനുഷ്യന്റെ കഥ. എത്രയോ സംഭവങ്ങൾ ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ വരികയാണ്. ഇമാം അഹ്മദ് തങ്ങൾ തന്റെ 50-ൽ പരം വരുന്ന വള്ളികൾ വരുന്ന ഗ്രന്ഥം, തന്റെ അറിയപ്പെട്ട ഹദീസ് ഗ്രന്ഥമായ മുസ്നദ്, ആ മുസ്നദിൽ ഇമാം അഹ്മദ് തങ്ങൾ ഉദ്ധരിക്കുന്ന മനുഷ്യനെ, ആരാണ് മനുഷ്യൻ? ഒരു നബിയല്ല, ഒരു സഹാബിയല്ല, ഒരു താബിഈ മാത്രമാണ്. ആലോചിച്ചു. മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു തആല അന്നത്തെ ഒരു കള്ളപ്രവാചകൻ, മുസൈലിമത്തിനെ പോലെ അന്ന് കടന്നു വന്ന ഒരു കള്ളപ്രവാചകൻ, അസ്വദുൽ അൻസി എന്ന് പറയുന്ന വൃത്തികെട്ട സാധനം അബൂ മുസ്ലിം അൽ ഖൗലാനി തങ്ങളിലേക്ക് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, അത്അശ്ഹദു അന്നി റസൂലുള്ളാഹ്, ഞാൻ നബിയാണെന്ന് വിശ്വസിക്കുമോ? അബൂ മുസ്ലിം അൽ ഖൗലാനി പറഞ്ഞു, ഞാൻ വിശ്വസിക്കൂല, ഞാൻ വിശ്വസിക്കൂല. വിശ്വസിക്കോടാ? ഇല്ല. വിശ്വസിക്കോ? ഇല്ല. വിശ്വസിക്കൂല. അസ്വദുൽ അൻസി ഭയങ്കര ധിക്കാരിയായിരുന്നു, അധികാര സൗഭാഗ്യമുണ്ടായിരുന്നു, ആരുടെ പിൻബലമുണ്ടായിരുന്നു. മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തും തൊട്ടടുത്ത കാലത്തും കള്ളന്റെ അഭിമാനം ഒന്നും കേൾക്കൂല. എത്ര നബിമാരെ കള്ളന്മാർ വന്നു, അവർക്ക് ഇഷ്ടം പോലെ ആളുണ്ട്. എത്രയാണ് റസൂലുള്ളാഹിയെ പറ്റിയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ സൈന്യബലം അവർക്കുണ്ടായിട്ടുണ്ടല്ലോ. യമാമയിൽ ഇസ്ലാമിക സൈന്യവും അതുപോലെ കള്ളപ്രവാചകന്മാരുടെ നേതാവ് മുസൈലിമത്തുൽ കദ്ദാബിന്റെ സൈന്യത്തെ ഏറ്റുമുട്ടി യമാമയിൽ യമാമ യുദ്ധം. ആ യുദ്ധത്തിൽ സഹാബികൾ 40,000 ശത്രുക്കൾ 2,00,000. മനസ്സിലാകുന്നുണ്ടോ? മുസ്ലിമീങ്ങളുടെ പക്ഷം 40,000. ഇതേതാ കാലം? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം. റസൂലുള്ളാഹി വഫാത്തായി പോയി, ലോകത്ത് ഇസ്ലാം പ്രചരിച്ച കാലം. അന്ന് മുസ്ലിമീങ്ങൾ 40,000. ഇനി നോൺ മുസ്ലിം എന്ന് പറഞ്ഞാൽ ശരിക്കും മുസ്ലിമീങ്ങളല്ല, ഇസ്ലാമിന് രാജിവെച്ച് പോയ ടീം, അല്ലാത്തവരൊക്കെ വളർന്നുകൂടി ഈ ടീം, അവർ 2,00,000. പക്ഷെ അല്ലാഹു അവരെ ജയിപ്പിച്ചു. അല്ലാഹു അവരെ ജയിപ്പിച്ചു. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അല്ലാഹു അവരെ ജയിപ്പിച്ചു. മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനിയോട് അസ്വദുൽ അൻസി എന്ന് പറയുന്ന മറ്റൊരു കള്ളനബി വന്നിട്ട് പറയാണ്, ഞാൻ റസൂലുള്ളാഹിയെ വിശ്വസിക്കുമോ? ഇല്ല, വിശ്വസിക്കൂല. അബൂ മുസ്ലിം അൽ ഖൗലാനി തങ്ങളുടെ ചുട്ടിലടിക്കാൻ വേണ്ടി വലിയൊരു തീകുണ്ടാരം ഒരുക്കി. ആ തീകുണ്ടാരത്തിലേക്ക് 1000കണക്കിന് ഭടന്മാരെ കൊണ്ട് വിറകുകൾ കൊണ്ടുവന്നു. ആ വിറകുകളുടെ കൂമ്പാരത്തിലേക്ക് എണ്ണയൊഴിച്ചുകൊണ്ട് വലിയ അഗ്നിച്ചാലയുണ്ടാക്കിയിട്ട് അബൂ മുസ്ലിം അൽ ഖൗലാനി തങ്ങളെ ആ അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ആളുകളൊക്കെ നോക്കി നിൽക്കവേ അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ആ തീകുണ്ടാരത്തിൽ ചാമ്പലായി എന്ന് ആളുകൾ വിശ്വസിച്ചുകൊണ്ട് തിരിച്ചു പോകുന്ന മടക്കത്തിൽ ബഹുമാനപ്പെട്ട അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ആ തീയിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നു. ഒരു രോമം പോലും தெரியாது. ആ തീയിൽ നിന്ന് ഇറങ്ങി വരോടെ
മുസ്ലിം ഖൗലാനി റളിയല്ലാഹു അൻഹു എവിടത്തേക്കാ പോയത്? പരിശുദ്ധമായ മദീനയിലേക്ക്. മദീനയിൽ എത്തുമ്പോഴേ മദീനയുടെ കവാടത്തിൽ രണ്ടാളുകൾ തന്നെ സ്വീകരിക്കാൻ നിൽക്കുകയാണ്. ആരാണത്? മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. തങ്ങൾ അബൂ മുസ്ലിം തങ്ങളെ പരിചയപ്പെട്ടു. നിങ്ങൾ അബൂ മുസ്ലിം ഖൗലാനി അല്ലേ? അല്ല, ഞാൻ അബ്ദുള്ളയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ അല്ലാഹുവിന്റെ അടിമയാണെന്നല്ലേ മറുപടി പറഞ്ഞത്? ഞാൻ അതല്ല ചോദിച്ചത്, നിങ്ങളുടെ ഉമ്മ നിങ്ങൾക്ക് നൽകിയ പേരെന്താണ്? നിങ്ങളുടെ ബാപ്പ നിങ്ങൾക്ക് നൽകിയ പേരെന്താണ്? മഹാനായ അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു അൻഹു ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ അങ്ങ് അസ്വദുൽ അൻസിയുടെ തീകുണ്ടാരത്തിൽ എറിയപ്പെട്ട ശേഷം ഒരു രോമം പോലും കരിയാതെ തീകുണ്ടാരത്തിൽ നിന്ന് ഇറങ്ങി വന്ന പ്രസിദ്ധനായ വലിയ നിങ്ങളല്ലേ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ മുണ്ടിയില്ല. അത്ഭുതമില്ല. അല്ലാഹുവിനെ നിർത്തിയിട്ട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പറയണം. അല്ലാഹുവിന്റെ ചോദ്യം മഹാനായ അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു അൻഹു അതിന് ഉത്തരം കൊടുത്തു. അതേ ഉത്തരം കൊടുത്തപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യന്റെ കൈ പിടിച്ചുകൊണ്ട് മദീനയിൽ കൊണ്ടുപോയി മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അപ്പുറത്തിരുത്തി, ഉമർ റളിയല്ലാഹു അൻഹു ഇപ്പുറത്തിരുത്തി. രണ്ടിന്റെയും സെന്ററിലായി ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെ ഇരുത്തിയിട്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അൽഹംദുലില്ലാഹ് الذي لم يمتني حتى أراني في أمة محمد من فعل به كما فعل بإبراهيم خليل الرحمن. الله إنك صوتنا الحمد لله إبراهيم ने തീയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതുപോലെ ഒരു ലോകത്തിന് പോരാതെ അഗ്നികുണ്ടാരത്തിൽ പുറത്തു കൊണ്ടുവന്നതുപോലെ ഈ ഉമ്മത്തിലും അതുപോലെ ഒരു ലോകത്തിനും അഗ്നികുണ്ടാരത്തിൽ നിന്ന് ഒരു ലോകത്തിന് പോരാതെ പുറത്തു കൊണ്ടുവന്ന അബൂ മുസ്ലിം ഖൗലാനി എന്ന് പറയുന്ന ഈ അത്ഭുത മനുഷ്യൻ കണ്ടു മരിക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ. അല്ലാഹ് മരിക്കുന്നതിന് മുമ്പ് കാണാൻ കഴിഞ്ഞല്ലോ. അല്ലാഹ് അൽഹംദുലില്ലാഹ്. മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്തി കൊടുക്കുകയാണ്. എന്താ കാരണം? ഒരു മനുഷ്യന്റെ ഖൽബ് അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചാൽ ഇഖ്ലാസ് കൊണ്ട് മനുഷ്യന് എത്തിപ്പെടാൻ പറ്റുന്ന പദവികളാണ് ഈ പദവികളൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസുള്ള ഖൽബുകൾ നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഏറ്റവും ഇഖ്ലാസ് ആവശ്യമുള്ള കാലഘട്ടമാണ് അവസാന കാലഘട്ടം. അതിന്റെ വസ്തുതയും ഹദീസുകളും നിവർത്തി പറയാൻ ധാരാളം പറയേണ്ടി വരും. ഏറ്റവും ഇഖ്ലാസ് ആവശ്യമുള്ള കാലം അവസാന കാലഘട്ടമാണ്. എന്തുകൊണ്ടെന്നറിയോ? മനുഷ്യന്മാർ ജാലജ്ഞകളിലും ഇതുപോലുള്ള ആകർഷണീയ വസ്തുക്കളിലും വീഴുപോകുക എന്ന് പറയുന്നത് ഈമാനിന്റെ ദൗർലഭ്യമാണ്. ഈമാനിന്റെ ദൗർബല്യമാണ്. ഇത് ഏറ്റവും കൂടുതൽ അവസാന കാലഘട്ടത്തിൽ വരും. ആരാ കൊണ്ടുവരിക? ദജ്ജാലാണ്. ഒരാൾ ദജ്ജാൽ ഒരാളാണ്, ഒരു ആൾ മാത്രം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മഹാനായ സയ്യിദുനാ ആദം അലൈഹിസ്സലാം തൊട്ട് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ തങ്ങൾ വരെയുള്ള 1,00,000-ൽ പരം വരുന്ന നബിമാർ മുഴുവൻ ദുആ ചെയ്ത ദുആ എന്താണ്? അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ഫിത്നത്തി ദജ്ജാൽ. നമ്മളൊക്കെ കാണുന്നില്ലേ? പക്ഷേ ദജ്ജാലിന്റെ ഫിത്നയെ പെടുത്തില്ല. മാ മിൻ നബിയ്യിൻ ഇല്ലാ ഖദ അൻദറ ഉമ്മതഹു അൻ ദജ്ജാൽ. ഒരു നബിയും ഇതിനെപ്പറ്റി വഴക്ക് പറയാതിരുന്നിട്ടില്ല. ആദ്യം നബി ജനങ്ങളോട് വഴക്ക് പറഞ്ഞു, ജനങ്ങളെ ദജ്ജാലിന്റെ ശർറ്. നൂഹ് നബി ജനങ്ങളോട് വഴക്ക് പറഞ്ഞു, ജനങ്ങളെ ദജ്ജാലിന്റെ ശർറ്. ഈസാ നബി ജനങ്ങളോട് വഴക്ക് പറഞ്ഞു, ജനങ്ങളെ ദജ്ജാലിന്റെ ശർറ്. മൂസാ നബി ജനങ്ങളോട് വഴക്ക് പറഞ്ഞു, ജനങ്ങളെ ദജ്ജാൽ, ഭയപ്പെടണം ദജ്ജാൽ. എല്ലാവരും ഭയപ്പെട്ടു. എല്ലാവരെയും ഭയപ്പെടുത്തി സർവ്വജന്മാർ ദ്വാരിക്കണം. അപ്പൊ എന്തായിരിക്കും ആ ശർറ്? എത്ര വലിയ ശർറാണത്? ആ ദജ്ജാലിന്റെ ശർറിന് ലോകം കാതോർക്കുകയാണ്. ലോകത്ത് പ്രചരിക്കാൻ പോവുകയാണ്. അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ റബ്ബേ, അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ റഹ്മാനേ. ദജ്ജാലിന്റെ വരവിന് ഒരുപാട് അടയാളങ്ങൾ ഹദീസിലുണ്ട്. ദജ്ജാലിന്റെ വരവിന്റെ ഒരു അടയാളമാണ് മദീനയിലെ മസ്ജിദ് നബവി ഒരു കൊട്ടാരമായി മാറുക എന്നത്. ദജ്ജാലിന്റെ വരവിന്റെ ഒരു അടയാളമാണ്. ഉഹുദ് മലയിൽ നിന്ന് നോക്കിയാൽ മദീനയിലെ മസ്ജിദ് നബവി കാണാൻ കഴിയുക എന്നത്. ഉഹുദ് മലയിൽ നിന്ന് നോക്കിയാൽ കിലോമീറ്റർ അകലെ വരുന്ന മദീനയിലെ മസ്ജിദ് നബവി ഒരു
കൊട്ടാരമായി അമ്പലച്ചുള്ളിയായി കാണപ്പെടുന്നത് ദജ്ജാലിന്റെ കടന്നുവരവിന്റെ അടയാളമാണ്. രണ്ടാമത്തത് ദജ്ജാലിന്റെ അനുയായികൾ ജൂതന്മാരായിരിക്കും. ജൂതന്മാർ ലോകത്തെ ജയിച്ചിറക്കി നിൽക്കുന്ന ഒരു കാലം ദജ്ജാൽ വരവായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജൂതന്മാർ എന്ന് പറയുന്നത് ഇവിടുത്തെ ക്രിസ്ത്യാനിത്തിന് അത്ര അംഗബലമില്ല. അവിടുത്തെ ഈ രാജ്യത്തെ പ്രമുഖ മതങ്ങളുടെ ഒരു നാല് അകത്ത് പോലും നിൽക്കാൻ പറ്റാത്ത അത്രയും സംഖ്യബലം കുറഞ്ഞ അംഗബലം കുറഞ്ഞ ഒരു വിഭാഗമാണ് ജൂത വിഭാഗമെങ്കിൽ ജൂത വിഭാഗം നേതൃത്വം നൽകുന്ന ഇസ്രായേൽ എന്ന രാജ്യം ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധി കേന്ദ്രങ്ങൾ വീശുന്ന രാജ്യമാണ്. ഇസ്രായേലിനെ ഒരു നിലക്കും പണക്കാൻ ബ്രിട്ടൻ ഇഷ്ടപ്പെടുന്നില്ല, അമേരിക്ക ഇഷ്ടപ്പെടുന്നില്ല. ഈ രാജ്യത്തെ ഈ ലോകത്തെ ഒരു രാജ്യങ്ങളും പ്രബല വിഭാഗങ്ങൾ മുഴുവനും ഇസ്രായേലിനെ അംഗീകരിക്കുകയും അവർക്കുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുകയും ചെയ്യുക വഴി ഇസ്രായേൽ ലോകത്തിൽ മികച്ചു നിൽക്കുകയാണ്. ദജ്ജാലിന്റെ കടന്നു വരവിന്റെ കാലമാണിത്. മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ദജ്ജാൽ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങും. അതെങ്ങനെയായിരിക്കും? ഇപ്പൊ കേരളത്തിൽ എത്രാമത്തെ എയർപോർട്ടാ കണ്ണൂരിൽ? തിരുവനന്തപുരം, കോഴിക്കോട്, നെടുമ്പാശ്ശേരി, നാലാമത്തെ അല്ലേ? അഞ്ചാമത്തുണ്ടോ? ഒരു കൊച്ചു കേരളത്തിൽ നാലാമത്തെ എയർപോർട്ടാണ്. പണ്ടൊക്കെ ഈ അടുത്ത കാലത്ത് ഞങ്ങളൊക്കെ ഓർമ്മയിൽ ബോംബെയിലാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഓർമ്മയിൽ ബോംബെയിലാണ് ഹജ്ജിന് പോകാൻ, വീട്ടിലേക്ക് പോവുക. ഇപ്പൊ കേരളത്തിൽ നാലാമത്തെ എയർപോർട്ടാണ്. ഇൻഷാ അല്ലാഹ് കുറച്ച് ചെപ്പാനപ്പുഴയൊക്കെ വന്നുകൂടാനൊന്നുമില്ല, വളരെ വേഗം വരും. ഈ ലോകത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ എയർപോർട്ടുകളുടെ വർദ്ധനവ് ഒരു പക്ഷേ ദജ്ജാലിന്റെ കടന്നുവരവിലുള്ള അദ്ദേഹത്തിന്റെ സഞ്ചാരത്തിലുള്ള വഴിയായിരിക്കുമെന്ന് ഞാൻ ആശങ്കിക്കുകയാണ്. എൻ്റെ ഒരു ന്യായമായ ആശങ്കയാണ്. മുഴുവൻ ലോകം കറങ്ങുമെന്നാണ് വെച്ചാൽ എല്ലാ രാജ്യവും കറങ്ങും. എല്ലാവരും ദജ്ജാലിന്റെ കൂടെ ഉണ്ടാവില്ല. ദജ്ജാൽ നാളുകൾ വർദ്ധിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദജ്ജാൽ ഖിദ്ർ നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവരും. അലൈഹിസ്സലാം പറയും, ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുവരും. ആരാണ് ഖിദ്ർ നബി എന്നറിയോ? ആരാണ് ഖിദ്ർ നബി? മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. മഹാനായ സയ്യിദുനാ ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ അമ്പിയാക്കളിൽ പ്രമുഖനാണ്. എത്രയോ കാലം ജീവിച്ച മഹാനാണ്, എത്രയോ നബിമാരെ കണ്ട മഹാനാണ്, എത്രയോ സാലിഹീങ്ങൾ കണ്ട മഹാനാണ്, എത്രയോ രാജ്യങ്ങൾ തുടങ്ങിയ മഹാനാണ്, എത്രയോ ഇബാദത്ത് ചെയ്ത മഹാനാണ്. ആ ദജ്ജാൽ ബഹുമാനപ്പെട്ട ഖിദ്ർ നബിയെ പിടിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കരുത് അല്ലാഹു ഉറങ്ങുകയാണെന്ന്, നിങ്ങൾ വിചാരിക്കരുത് അല്ലാഹു തോറ്റുപോയെന്ന്. നിങ്ങൾ ദജ്ജാലിന്റെ അധികാരാണ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവനാണ് ദജ്ജാലിന്റെ അനുയായി. ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് വിളിക്കുന്നത്. കൊണ്ട് കീറുന്നു, രണ്ട് കഷ്ടമാക്കുന്നു. വാളിന്റെ വായുത്തലയുടെ മൂർച്ചയുടെ ഭാഗം ബഹുമാനപ്പെട്ട ഖിദ്ർ നബിയുടെ തലനാല് മുതൽ കാല് വരെ രണ്ട് കഷ്ടമാക്കി മുറിച്ചിടുമ്പോ വേദന കൊണ്ട് പുഴകയല്ലാതെ കറാമത്ത് കൊണ്ട് ഖിദ്ർ നബി രക്ഷപ്പെടുന്നില്ല, മുഅ്ജിസത്ത് കൊണ്ട് ഖിദ്ർ നബി രക്ഷപ്പെടുന്നില്ല. ഖിദ്ർ നബിയെ രണ്ട് കഷ്ടമാക്കി നിൽക്കപ്പെടുന്ന സമയത്ത് ഇവിടെയുള്ള മുഅ്മിനീങ്ങൾ പതറിപ്പോവുകയാ, ഇവിടെയുള്ള മുനാഫിഖീങ്ങൾ ശക്തി പകരുകയാ, ദജ്ജാലിന്റെ അനുയായികൾ വർദ്ധിച്ചു വരികയാ, അവർക്ക് പ്രചാരം വർദ്ധിച്ചു വരികയാ, അവരുടെ ചിത്രങ്ങളും പോസ്റ്ററുകളും അതുപോലെ ഫോട്ടോകളും വർദ്ധിച്ചു വരികയാ, ആളുകൾ ശക്തിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാ. ആ സമയത്ത് ദജ്ജാൽ ഖിദ്ർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഛേദിക്കപ്പെട്ട ശരീരത്തിന്റെ രണ്ട് ഭാഗങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ആ മനുഷ്യനോട് ഖിദ്ർ നബിയോട് പറയുന്നു, എഴുന്നേൽക്കൂ. ഖിദ്ർ നബി ജീവൻ വെക്കുന്നു, എഴുന്നേൽക്ക് നടന്നു പോകുന്നു. എന്നിട്ട് ദജ്ജാൽ പറയുന്നു, ഞാനാണ് റബ്ബ് എന്ന് കണ്ടില്ലേ? ഇന്നി ഉഹീ, ഞാൻ ജീവിപ്പിക്കുന്നു, ഖൗമിതു, ഞാൻ മരിപ്പിക്കുന്നു, അതല്ലേ റബ്ബ്? അതെ. ഉടനെ ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം പറയും, നീ ദജ്ജാലാണെന്ന് ശരിക്കും ബോധ്യപ്പെട്ടു. ദജ്ജാലിന്റെ പണിയെ കണ്ടോ? നീ ദജ്ജാലാണെന്ന് എനിക്ക് ശരിക്കും ബോധ്യപ്പെട്ടു. കാരണം ദജ്ജാലിന്റെ പണിയാണ് ഇത്. വഹാബിയെ പോലും പെട്ടു. കാരണം എന്താ പറയുക, വഹാബിയെ പറഞ്ഞത് ജീവിപ്പിക്കാനും മരിപ്പിക്കാനും ഒന്നാകേ കഴിയുള്ളൂ. ഔലിയാക്കന്മാരെ ജീവിപ്പിക്കുന്നതാരും വിശ്വസിച്ചു പോയാൽ ശവത്തിന് ജീവനിടാൻ മൊയ്തീശേഖരന് കഴിയുമെന്ന് വിശ്വസിച്ചാൽ മൊയ്തീശേഖർ റബ്ബായി എന്ന വഹാബികൾ പറയുന്നത്. അപ്പോ ഈ ഖിദ്ർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ജീവൻ നൽകിയത് ഈ ദജ്ജാൽ പഠിച്ചവനായിട്ട് പറയുന്നത് സ്വാഭാവികമായിട്ട് അവർക്ക് അംഗീകരിച്ചു. മുഅ്മിനീങ്ങൾ 14
ഇവരുടെ ചെറുത് രക്ഷപ്പെടാൻ വളരെ പ്രയാസം. അങ്ങനെ മൂല്യങ്ങളൊക്കെ ഇവിടെ അപൂർവ മൂല്യങ്ങളെ അനുശേഷിക്കുള്ളൂ. ഈമാനിന്റെ കെട്ടുകെട്ടുകളെ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അവർ ചൂഴ്ന്നു പോകും, അവർ ചൂടിപ്പോകും, അവർ ഒറ്റപ്പെട്ടു പോകും, അവർ കഷ്ടപ്പെട്ടു പോകും. അത് ചെറിയ ഫിക്രയില്ല. ആകാശത്തോട് മഴ പെയ്യാൻ വേണ്ടി പറയുമ്പോൾ പാമ്പത്ത് മഴ പെയ്യിപ്പിക്കും, ആകാശ മഴ പെയ്യിപ്പിക്കും. എന്നിട്ട് പറയും അനല്ലാ, ഞാനാണ് ആരാധിക്കപ്പെടേണ്ടവൻ. കണ്ടോ മഴ പെയ്യുന്നത്? അന്തം അഞ്ചൽത്തുമോ അന്നഹനിൽ മുൻതിരുവോ മഴ പെയ്യിപ്പിക്കുന്ന ആളല്ലേ ഞാനല്ല. ഭൂമിയോട് മുളപ്പിക്കാൻ വേണ്ടി പറയും. ഭൂമി അങ്ങനെ മുളപ്പിക്കുന്നു. അപ്പൊ സസ്യങ്ങൾ ഇങ്ങനെ മുളച്ചു വരും. സസ്യങ്ങളോട് സസ്യങ്ങളോട് കായ്ക്കനികൾ ഉണ്ടാക്കാൻ വേണ്ടി കൽപ്പിക്കുമ്പോൾ കായ്കൾ ഉണ്ടാക്കുന്ന പൊഴുത്തു വരുന്നു എന്ന് പറയും. കണ്ടോ പഠിച്ചവൻ വഴിയല്ലേ ഇതൊക്കെ? ഞാൻ പഠിച്ചവനല്ലേ? കണ്ടോ ആളുകൾ ഒരു ദുആ സമ്മേളനം വെച്ച് എത്ര ആളുകൾ കൂടും? പഠിച്ചവനെന്ന് പറയും. മൂന്നിങ്ങൾ വളരെ പ്രയാസപ്പെടും. പഠിച്ചവരെ എന്ത് ചെയ്യാനാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ അങ്ങേയറ്റം പരീക്ഷിക്കുകയാണ്. ആ കാലഘട്ടത്തിലുള്ള മുഅ്മിനീങ്ങളുടെ ഭയത്തിൽ എന്ന് പറയും അവർ ജീവിക്കാൻ ഒരു പ്രയാസം ഇല്ലേ? സുബ്ഹാനല്ലാഹ്. ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ മുഅ്മിനായി ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ എത്ര സഹാബിന്റെ കൂലിയ മനുഷ്യരുണ്ടാവും? ഒരു സഹാബിനെ കണ്ടിട്ടുണ്ടോ? ഒരു താബീഇന്റെ പരീക്ഷണം കണ്ടിട്ടുണ്ടോ? അതാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അവസാന കാലഘട്ടത്തിൽ 100 ശഹീദിന്റെ കൂലിയാണ് മുഅ്മിനീങ്ങൾ. من تمسك بسنتي إن فساد أمتي. മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം. ഇത് ഒറ്റയ്ക്ക് ഒരു യുഗത്തിൽ 5 കൊല്ലത്തെ മാത്രം കണക്കല്ല. ഇത് കാലാന്തരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് കാലാന്തരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആളുകൾ അങ്ങനെയല്ലേ എന്ന് നീ പറയണ്ട. നീ ഒരാളാകണ്ട. ആളെ കാണല്ലേ എന്ന് പറയുന്ന ബുദ്ധി നീ ആവണ്ട. നിന്റെ മനസ്സിനോട് നീ ചോദിക്കുക ശരിയാണോ എന്ന്. ആളുകളൊക്കെ പത്ത് തന്നാലും നിന്റെ മനസ്സിനോട് ചോദിക്കുക ഇത് ശരിയാണോ എന്ന് നിന്റെ മനസ്സിനോട് ചോദിച്ച് നിന്റെ ഈമാൻ ഉറപ്പിക്കൂ എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാലഘട്ടത്തിൽ മുഅ്മിനീങ്ങളെ ഇഖ്ലാസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇഖ്ലാസ് ഉണ്ടാവൽ വളരെ പ്രധാനമാണ്. അത് നിലനിർത്തൽ അതിലേറെ പ്രധാനമാണ്. എന്താണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്? അല്ലാഹുവിന്റെ കണ്ണിലേക്ക് നോക്കുന്നുണ്ട് എന്ന് ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്കുണ്ടോ? ഇത് എനിക്കുണ്ടോ? ഉണ്ട് എന്നതിന്റെ തെളിവ് എന്താണെന്നറിയുമോ? ലൈനിൽ കറണ്ടുണ്ടെങ്കിൽ ടെസ്റ്റർ വെച്ച് നോക്കിയാൽ പ്രകാശം കാണും, ലൈറ്റ് കാണില്ലേ? കറണ്ടുണ്ടെങ്കിൽ അത് തൊട്ടാൽ കറണ്ട് പിടിക്കും. കാല് വരവാണെങ്കിൽ ഒരു അനക്കം ഉണ്ടാകൂല. നമ്മൾ നിസ്കരിച്ചല്ലോ, ഇന്ന് ഹയ്യുൽ ഖയ്യൂം ചൊല്ലിയല്ലോ, നിങ്ങൾ ഇബാദത്ത് ചെയ്തല്ലോ, ഇന്നും ഇന്നലെയും ഞാൻ തലേനാളുകളിലും. ഇതുകൊണ്ട് നമുക്ക് ഇഖ്ലാസ് ഉണ്ടോ എന്നറിയാനുള്ള പരീക്ഷണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പരീക്ഷണം എന്താണെന്നറിയോ? അതറിയാനുള്ള യഥാർത്ഥ തിരിയാനുള്ള ഒരേ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് നിനക്ക് ബലാഉണ്ടോ, നിനക്ക് മുസീബത്തുണ്ടോ, നിനക്ക് പരീക്ഷണങ്ങളുണ്ടോ, നിനക്ക് പ്രയാസങ്ങളുണ്ടോ എങ്കിൽ നീ മുഅ്മിനാണ്. കണ്ടോ? മനസ്സിലായോ? പരീക്ഷണങ്ങളുണ്ടോ എന്ന് നീ മുഅ്മിനാണ്. ചെറിയ ഹദീസ്. ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹാബി കാട്ടാണ് എവിടുന്നോ വന്നതാ. നല്ലൊരു ഒട്ടകം പുറത്ത്. ഒട്ടകം എന്ന് പറഞ്ഞാൽ ഇന്നോവയാണ്. അതിന്റെ പുറത്ത് നല്ലൊരു സീറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് മേലെ ഇരുത്തിട്ടാ വന്നത് റസൂലുള്ളാഹിന്റെ അടുത്ത് പറയ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ളാഹിനോട് ഒന്ന് പറയുന്നറിയോ? പച്ചയിൽ പറയാ. അറാബികളുടെ വാക്ക് പച്ചയുടെ വാക്കാണ്. അത് ഉപചാരങ്ങളുണ്ടാവില്ല. നബിയെ നിങ്ങൾ യുഹിബ്ബുക റസൂലുള്ളാഹി, നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് നബിയെ. അല്ലാഹുവിന്റെ റസൂൽ വെച്ച് സദഖത സത്യമാണ് പറഞ്ഞത്. സത്യനബിയെ ഭയങ്കര ഇഷ്ടമാണ്. സത്യമാണോ? അതേ നബിയെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ആ ഒട്ടകത്തിന്റെ വിരിയെടുത്ത് അടക്കി വെക്കൂ എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ. അതെന്തേ ഇഷ്ടമില്ലാതെ ഒട്ടകത്തിന്റെ വിരിമേൽക്കാൻ പാടില്ലേ? റസൂലുള്ളാഹി പറഞ്ഞു നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ സത്യമാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ
ദാരിദ്ര്യം വരും. അന്ന് നിങ്ങൾക്ക് വിൽക്കാൻ തുണിയുണ്ടാവില്ല. അപ്പം ഈ ഇപ്പം വിൽക്കാം. ഇത് നല്ല കട്ടിയുള്ള തുണിയല്ലേ, ഇപ്പം കുറേ കാലം വിൽക്കാൻ പറ്റും. ഇപ്പം വിരിയാക്കി കളഞ്ഞ എടുത്ത് വെച്ചോളൂ. അപ്പം എന്താ പറഞ്ഞത്? റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ പാരമ്യമാണ്. ആ ഈമാനിൽ മനുഷ്യനുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണം കൊടുക്കും. ആ പരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വലനബലുവന്നകും ബിനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് പരീക്ഷണത്തിൽ ആ പരീക്ഷണങ്ങളിൽപ്പെട്ട ഒരു പരീക്ഷണമാണ് ദാരിദ്ര്യം. അത് നിങ്ങൾക്ക് വരുമെന്ന് മുഹമ്മദ് മുസ്തഫ ദാരിദ്ര്യം തന്നെയാണെന്നില്ല. മഹാനായ പാടത്തായി മുഹമ്മദ് സ്വാലിഹ് മൗല ഖദ്ദസല്ലാഹു സിർറഹു 3 ലക്ഷം മുരീദുമാരുടെ ശൈഖായിരുന്നു. പാടത്തായി മുഹമ്മദ് സ്വാലിഹ് മൗല 5 ലക്ഷം മുരീദുമാരുടെ ശൈഖായിരുന്നു ബഹുമാനപ്പെട്ട മൗല. മഹാനായ പാടത്തായി വലിയ ദർജകളുടെ, പക്ഷെ ആ ദർജകൾ മുഴുവൻ മസ്തൂറായിരുന്നു, മറക്കപ്പെട്ടതായിരുന്നു. വലിയ വലിയ ഔലിയാക്കളൊക്കെ മുമ്പെടുത്തത് വലിയ ആളുകൾ, അമർത്തുന്ന തമാമത്തിന്റെ ആളുകൾ. പക്ഷെ അവരൊക്കെ മൗലാന്റെ മുമ്പിൽ വളർച്ചത്. മൗല അവർക്ക് എത്രയോ മേലെയാണ്. പക്ഷെ മൗല ആ കറാമത്തൊന്നും ആരും കാണിച്ചു കൊടുക്കാറില്ല. വലിയ ആളുകളൊക്കെ മുമ്പരെ മഹത്വം കേട്ട് അവർക്ക് മുമ്പെടുത്ത് വന്നാൽ പറക്കുന്നാക്കുന്ന മുമ്പെടുത്തൊന്നും അവർ പറക്കാൻ കഴിയില്ല. പറക്കലിന് പോയിട്ട് പറക്കാൻ കഴിയുന്ന ആളുകൾ ആ പറക്കലൊക്കെ അപ്പാടെ നിർത്തിക്കും. സ്വാലിഹ് മൗല ഖദ്ദസല്ലാഹു സിർറഹു തങ്ങൾ വലിയ മഹാനാണ്, വലിയ 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 മഹത്വത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന മഹാനാണ്. പക്ഷേ ആ മഹാന്റെ മുമ്പിലേക്ക് ഒരു പറയാണ്, മഹാന് എപ്പോഴും പറയാറുണ്ട് പറയാം, മുതലാളി എൻ്റെ അടുത്ത് വന്നാൽ ദരിദ്രനാവും, ചുരുക്കുള്ളവൻ എൻ്റെ അടുത്ത് വന്നാൽ കത്തുപോകും, ആരോഗ്യമുള്ളവൻ എൻ്റെ അടുത്ത് വന്നാൽ രോഗം വെച്ചു പോകും. എന്താ കാരണം? അത് പരിശുദ്ധപ്പെട്ടാൻ വേണം. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് നമുക്ക് ഇസ്ലാമിക പരിശുദ്ധ ഹദീസിലേക്ക് നോക്കുന്നത്? നിങ്ങൾ അറിയോ, മക്ക കണ്ട വലിയ ധനാഢ്യനാണ് എന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മക്ക കണ്ട വലിയ ധനാഢ്യനാണ്, മക്ക കണ്ട വലിയ ധനാഢ്യനാണ്, ബിസിനസ്മാനായിരുന്നു. എത്ര കച്ചവടക്കാരുന്നത്! 7 അടിമകളെ വില കൊടുത്ത് വാങ്ങി മോചിപ്പിച്ചിട്ടുണ്ടില്ലേ ബിലാൽ മദീനയുടെ അത്രയും വലിയ പൈസക്കാരനാണ്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന ഫഖീറായിരുന്നു. മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു നല്ല സമ്പന്നനായിരുന്നു. നല്ല ചെറുപ്പക്കാരനായിരുന്നു മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു. വഫാത്തായപ്പോൾ തന്നെ കഫൻ ചെയ്യാൻ ഒരു കഫംപടം കൊണ്ടായിട്ടില്ല. ഒരു തുണി കൊണ്ട് ഇതാ മുത്തിയ തലമുടിയാൽ കാല ഒഴിവാകുന്നു, കാല ഒഴിവുമ്പോൾ തല ഒഴിവാകുന്നു. മഹാനായ സഹാബത്തെ ഓർമ്മിച്ച് കഴിയരുത്. സഹാബികൾക്ക് യുദ്ധത്തിൽ നിന്ന് ഫണ്ട് കിട്ടിയാൽ, വനീമത്ത് മുതൽ കിട്ടിയ സഹാബികൾ തലയും പഠിച്ചോനെ അത് ഉജ്ജിതത്തിലല്ല, പുതിയ നീയാവുന്ന തീർന്നുപോയ പഠിച്ചോ ആർക്ക് തിണ്ടാവൂലേ കരയാവില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ ഞാൻ എന്തിനാ വരണമെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസ് വെക്കുന്ന പരിശുദ്ധരായ മുഖ്ലിസീങ്ങൾ, ആ മുഖ്ലിസീങ്ങളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഇഖ്ലാസ് തിരിച്ചറിയാൻ അടയാളം ഇതാണ്. ഈ ഇഖ്ലാസ് ഒരു മനുഷ്യൻ നിസ്കാരത്തിൽ ചെലവഴിക്കുക എന്ന് പറയുന്നത്, ഇഖ്ലാസോടെ ഒരു മനുഷ്യന്റെ 2 റക്അത്ത് നിസ്കരിക്കാൻ സാധിക്കും എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങളിൽ ഒന്നാണ്. ഇല്ലേ? ദുനിയാവിന്റെ കാര്യങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് 3 കാര്യമാണ്. അതിലൊന്ന് ഖുർറത്തുൽ ഐനി മനസാന്നിധ്യത്തോടെ നിസ്കരിക്കലാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞത്, അസ്സലാത്തു മിഅറാദിൽ മുഅ്മിൻ. ഞാൻ മിഅറാദിൽ പോയിട്ടുണ്ട്, എൻ്റെ ഉമ്മത്തിന് മിഅറാദുണ്ട്, എൻ്റെ ഉമ്മത്തിന്റെ മിഅറാദ് നിസ്കാരം. ഏത് നിസ്കാരം? നമ്മുടെ കുസ്റാന്റെ നിസ്കാരമല്ല, അള്ളാഹ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം. അതെങ്ങനെ സാധിക്കും? സുബ്ഹാനല്ലാഹ്, വലിയൊരു പണിയുണ്ടല്ലോ. ഇന്ന് നമ്മൾ പരീക്ഷയ്ക്ക് 2 റക്അത്ത് നിസ്കരിക്കാനാവില്ല, പിന്നെ നിസ്കരിക്കുക എന്നാലും ആവില്ല. അത് യുദ്ധം ചെയ്യേണ്ടി വരും. ബദറിനേക്കാളും വലിയ യുദ്ധം, ഉഹദിനേക്കാളും വലിയ യുദ്ധം, യമാമയേക്കാളും വലിയ യുദ്ധം ചെയ്യേണ്ടി വരും 2 റക്അത്ത് പഠിച്ചവർ നിസ്കരിക്കാൻ വേണ്ടി. അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ. ഈ യുദ്ധമാണ് നമ്മുടെ ജീവിതം. ഈ യുദ്ധമാണ് ജീവിതം. ഈ യുദ്ധത്തിൽ ജയിച്ചവരാണ് ഔലിയാക്കൾ. അവരെയാണ് ഊഷ്മം ഉണ്ടാകുന്നത്. അവരാണ് ബറക്കത്തുള്ള ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾ, അവൻ ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങൾ, അല്ലാഹു ഉൾക്കൊള്ളുന്ന അവന്റെ മാത്രം അവന്റെ ജീവിതം സമർപ്പിക്കുന്ന മുഅ്മിനീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പാവങ്ങളായ നമ്മളെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ.